الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين قل الحمد لله وسلام على عباده الذين اصطفى الله خير أما يشركون അള്ളാഹു എന്നാണ് അവിടെ മദ്ദുണ്ടാവില്ലേ അള്ളാഹു ഖൈറെന്നല്ല എന്തുകൊണ്ടാണ് മദ്ദു വന്നത് അള്ളാഹു രണ്ട് ഒന്ന് ഇസ്മുൽ ജലാലത്തിൻ്റെ തുടക്കമാകുന്ന ഉണ്ട് പിന്നെ ഇസ്തിഫാമിന് വേണ്ടി ചോദിക്കാനുള്ള അംശം വേറെ ഉണ്ട് ഈ രണ്ട് അംശം കൂടി വന്നാൽ എന്താക്കും അള്ളാഹുവിൻ്റെ വസല്ലം ചെയ്യാതെ കൊണ്ടത് പോകും രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് എന്താക്കും എന്ന് കിട്ടും അതിനെ അലിഫാക്കി മറിച്ചിട്ടു അപ്പോൾ മദ്ദ് ലാസിമിലാ പറ്റില്ല അതുകൊണ്ട് സുക്കൂൻ്റെ മുമ്പിൽ വരുന്ന മദ്ദ് ലാസിമായിരിക്കുമല്ലോ അതെ മസക്കലൈ ആൻ്റെ അവിടെ മുസക്കലാവൂല അവിടെ എന്താ ഉണ്ടാല് അൽ ആനാന്ന് ഉണ്ടാല് അൽ ആനുണ്ട് ഒരലിഫ് എന്നിട്ട് ബസ്സിൽ ഇസ്തിഫാമിൻ്റെ അത് കത്തുകയായിരിക്കും അപ്പം അൽ എന്ന് പറയുമ്പോൾ എന്തായി ഇതിനെ ആക്കിയിട്ട് ലാമിൻ്റെ സുക്കുന്മക്ക് പറയുമ്പോൾ എന്താവും മദ്ദുലാസിമായി മദ്ദുലാസിമാകുമ്പം ഇവിടെ ശ്രദ്ധില്ല മുഖഫായി കലിമീൻ രണ്ടു കലിമീൻ ഇവിടെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു അന്ന് തീർന്നാലും പോരാ പറയേണ്ടതിന് വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അതും പറയലിപ്പെടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് തിരഞ്ഞെടുത്ത പല ഇബാദുണ്ട് മലായികത്തിൻ്റെ കൂട്ടത്തിലുണ്ട് അള്ളാഹു ഇസ്തഫീ മിനൽ മലായികത്തി റസൂലൻ അല്ലേ അത് ഇന്നല്ലാഹു ഇസ്തഫാ ആദമ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ഇസ്തിഫാ ആദമ വാല ഇമ്രാന ഇന്നല്ലാഹു ഇസ്തഫാ ആദമ ബനൂഹൻ വാല ഇബ്രാഹീമ അല്ല എല്ലാത്തിലും ഇസ്തിഫാകാരിക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലേ മുസ്തഫായ നബി എന്നല്ലേ സ്വല്ലല്ലാഹു അലൈഹി. അപ്പം അവരുടെ മേലിലെല്ലാം അള്ളാഹുവിൻ്റെ പ്രത്യേക സലാം ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ. അപ്പം അമ്മ എന്നുള്ളത് സാധാരണ തുടക്കത്തിൽ കൊടുക്കുന്നൊരു അമ്മ ഉണ്ടാവും, അത് അമ്മയല്ല ഇത്. അതായത് ഇസ്തിഫാമിൻ്റെ ഇടയിൽ ആദ്യത്തെ ഒരു സാധനം പറഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറം അൻതും അഅലമു അമില്ല, നിങ്ങളാണോ ഏറ്റവും അറിയുന്ന ആളെ അല്ല അല്ലയാണോ? അതാക്കി രണ്ട് സാധനത്തിൻ്റെ ഇടയിൽ അമ്മിട്ട് കൊടുക്കും, അതാണോ ഇതാണോ അല്ലല്ലേ മുത്തസ്സിൽ എന്ന് പറയുന്നു. ഇവിടെ എന്താ ഉണ്ടായാലും അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂന അസലുണ്ടാകില്ലേ. ഇസ്തിഫാമിൻ്റെ പുറം അമ്മുടുവേ ചിലപ്പോൾ എന്താകും അമ്മ മുമ്പ് ഇതാണ് തുടക്കത്തിൽ തന്നെ വന്നാലും മുഖത്തി എന്ന് പറയുന്നത് അതിന് മുമ്പിൽ എന്തില്ല ഒരു രണ്ടാം ഷിപ്പ് കൊടുത്തിട്ടില്ല, അപ്പം മുഖത്തിയെ ഇവിടെ നിന്നുണ്ടാകും ഇസ്തിഫാമിൻ്റെ ഇപ്പുറം പറയുന്ന അമ്മു മാ യുശ്രികൂനാൻ്റെ മായും. അപ്പോൾ എഴുത്തിലെന്താകും ഒറ്റയാക്കിയിട്ട് എഴുതുണ്ടായി. അപ്പോൾ യഥാർത്ഥ ഇലാഹായ അള്ളാഹു ആണോ അല്ല ഇവരൊക്കെ ശിർക്ക് വെക്കുന്ന കുറേ ആരുണ്ട് ആലിഹത്തുണ്ട്, അതാണോ ഖൈറ് നമ്മൾ ചോദിച്ചിട്ട് ഇവരെ ആരാധിക്കുന്ന സാധനമുണ്ട് ഇത് അല്ലെങ്കിൽ പാമ്പ് അല്ലെങ്കിൽ തേള് എല്ലാം ഉണ്ടാവും, അതാണോ അല്ല അള്ളാഹു ആണോ ഖൈറ് എന്നാ ചോദ്യം. പൊതുജീവിക്ക് ഉത്തരം കിട്ടും. എന്ത് എന്നിട്ട് ചോദിക്കുന്നു
أمن خلق السماوات والأرض وأنزل لكم من السماء ماء فأنبتنا به حدائق ذات بهجة ما كان لكم أن تنبتوا شجرها أإله مع الله بل هم قوم يعدلون. അള്ളാഹുവിൻ്റെ വുജൂദും അവൻ്റെ ഇറാദത്തും ഖുദ്റത്തും എല്ലാ സിഫാത്തുകളും തെളിയിക്കാനുള്ള ചോദ്യം നിരത്തി വെക്കുന്നതാണ്. അമ്മൻ ഖലഖസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചു. ഒന്ന്, വഅൻസല ലക്കും മിനസ്സമാഇ മാഅ, വാനലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി മഴയിറക്കി തന്നു. ആ മഴ ഉപയോഗിച്ച് കൊണ്ടിട്ട് ഹദാഇഖ ദാത ബഹജ, കണ്ട വർണ്ണ പകിട്ടാർന്ന നല്ല സുന്ദര കളവുന്ന തോട്ടത്തിൽ പല ഇനങ്ങൾ കളറുള്ള പുഷ്പങ്ങളിലൊക്കെ വളർന്നു കഴിഞ്ഞാൽ കണ്ണ് അഞ്ചിപ്പിക്കുന്ന ഒരു ബഹജത്ത് കാണാം. അങ്ങനെയുള്ള തോട്ടങ്ങൾ മുളപ്പിച്ചു തന്നു. എന്നിട്ട് പറയുന്നു മാക്കാനടക്കും അന്തുമ്പിട്ടോ ഷജറഹ, അങ്ങനെയുള്ള ഒരു ചെടി മുളപ്പിക്കാൻ നിങ്ങൾക്ക് ആരും കഴിയൂല എന്നാണ്. ഉണ്ടാക്കും പ്ലാസ്റ്റിക് കൊണ്ട് മറ്റൊക്കെയാണ്, മറ്റാത്ത തുമ്പിത്തുമല്ലല്ലോ. പ്ലാസ്റ്റിക് കൊണ്ട് ആ മോഡൽ നോക്കിയിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് പലതും അണിച്ചിട്ട് ഇങ്ങനെ സമയിച്ചു കഴിഞ്ഞാൽ ഈ മംഗലപ്പുറത്തെല്ലാം തൂക്കിയിട്ട് കാണുന്നുണ്ടാവും അല്ലേ. അപ്പം അന്ന് ഉണ്ടാക്കിയ മോഡൽ നോക്കിയിട്ടാക്കിയതാണ്. അത് നിങ്ങൾക്കായിരിക്കും അത് മുളപ്പിക്കാൻ കഴിയൂല. അപ്പം അള്ളാഹുവിനെ ആയിട്ട് കാണാനുള്ള ഒരു മലഹർ ഇവിടെ ഉണ്ടാക്കി തന്നു. മലഹർന്നാൽ അള്ളാടെ വന്ന് കുത്തിരിക്കുന്നതെന്നല്ല ഞാൻ വായന. സുബിയാക്കണ ഭാഷയിൽ മലഹർ എന്ന് പറയും. മലഹർ എന്ന് പറഞ്ഞാൽ അള്ള വന്നിട്ടാണ് ഇങ്ങനെ കുത്തിരിക്കുന്നതിന് വായന. അതാണ് അർത്ഥം എന്ന് മനസ്സിലാക്കിയാൽ ഇവരിക്കും തെറ്റി സൂഫിയാക്കളെ പറ്റി ഗീബത്തും പറയും. സൂഫിയാക്കൾക്ക് അള്ളാഹിനെ പറ്റി അറിയില്ല. ഈ പുഷ്പത്തിൽ നിന്ന് അള്ള വന്നിരിക്കൂല എന്ന് സൂഫിയാക്കൾക്ക് അറിയില്ലേ. അപ്പോൾ ഇബാറത്തിട്ടിട്ട് ഉദ്ദേശിക്കുന്ന അർത്ഥമല്ലാതെ മറ്റൊരു അർത്ഥം വെച്ചതിന് ഈ സൂഫിയാക്കളല്ല പറയേണ്ടത്. ഇവനെന്താക്കി അർഹതയില്ലാത്ത ടിക്കറ്റ് എടുക്കാണ്ട് കയറി. അതുകൊണ്ടാണ് നമ്മൾ ചില കിതാബ് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കണ്ടി. അപ്പം മൽഹർ എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഇതിലെ ശ്രദ്ധാവായ അള്ളാഹുവിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കും എന്നർത്ഥം. അള്ളാഹുദില്ല ഒരു സാധനത്തിൽ ഹുലൂലോ സ്ഥലത്തിലേക്ക് ഹുലൂൽ തന്നെ ഇറങ്ങി. യഥാർത്ഥത്തിൽ ഹാദിസായ വസ്തുക്കൾ തന്നെ എന്തില്ല ഹുലൂലില്ലെന്നും. എന്നിട്ട് വേണ്ടേ ഹാദിസും കദീമും കൂടി എന്താ ഹുലൂൽ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൽ മറ്റൊരു സാധനം എറിയാം, എന്നിട്ടോ അത് രണ്ടും കൂടി ഒന്നാകുക. ഞാൻ ചോദിക്കട്ടെ, ഇത് ചായ അല്ലേ, ഇതിൽ പഞ്ചസാര ഇട്ട് ഇവിടെ എത്ര സാധനം ഉണ്ട്? അല്ല, ചായ പഞ്ചസാര, അത് ഒരു ഉദാഹരണം. പറപ്പൊടി എന്തെല്ലാം ഉണ്ട് എനിക്കിട്ട്. അപ്പോൾ ഈ ചായയിൽ പഞ്ചസാര ഹാലിലായോ ഇല്ലയോ? താങ്കൾ ഉത്തരം പറഞ്ഞേ. ആയി അല്ലേ? ആയിട്ടില്ല. രണ്ടും ഹാദിസായാൽ തന്നെ ഹുലൂൽ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഹുലൂലായാൽ ഈ രണ്ട് സാധനം ഒന്നേറ്റ് മാറണം. രണ്ട് സാധനം ഒന്നായിട്ട് മാറണം. ഇവിടെ രണ്ടും പഞ്ചസാര വേറെയും ഉണ്ട്, ചായ വേറെയും ഉണ്ട്. അടുത്ത് തന്നെ സാധനം ഉണ്ട്, കിടക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, അത് മുത്തസിലായി എന്ന് മാത്രം. അത് അലിയുന്ന സാധനമായതിൻ്റെ പേരിൽ അലിഞ്ഞു ചേർന്നു എന്നേ ഉള്ളൂ. അതേസമയം ജെല്ലിക്കല്ല് വേറിയിട്ട് കഴിഞ്ഞാൽ മുപ്പസിലായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. ആ പഞ്ചസാരയായിട്ട് വ്യത്യാസം വന്നിട്ടില്ല. ഇതിൽ കുറച്ച് ജെല്ലിക്കല്ല് വാരിയിട്ട് ഒന്നുണ്ടാകില്ലേ, മുമ്പസിലായിട്ട് ബഹുവകഥാലിക്കായിട്ടുണ്ടാവും. അപ്പൊ ഹാദിസായ സാധനം എന്തില്ല, ഹുലൂൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അപ്പൊ ഹുലൂൽ വാദക്കാരാണ് സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ. സൂഫിയാക്കൾ നമ്മളിനേക്കാണ് അള്ളാനെ തിരിഞ്ഞാളാണ്. സൂഫി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന സിഗരറ്റ് വെച്ച് നടക്കുന്ന സൂഫിനെ പറ്റിയല്ല നമ്മളെ ചർച്ച. നമ്മളെ ശ്രദ്ധ നേരെ പോക്ക് അടുത്തേക്കാം. സിഗരറ്റും വലിക്കുക, കട്ടൻ ചായയും കുടിക്കുക. അസൂഫിന്ന് ഉദ്ദേശിക്കുന്നു യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ സൂഫി. അതെ, ഖുർആനിൽ മുഖർറബായ ആള് അള്ളാഹുവിനെ അറിയേണ്ട പ്രകാരം അറിഞ്ഞു വെച്ചു. അപ്പൊ നമുക്ക് സംസാര വിഷയം എന്താണ്? ഈ കായിനാത്തിൽ അള്ളാഹു തആല ഇറങ്ങുന്നില്ല. ഇപ്പം ഇമാം പറഞ്ഞതുപോലെ ഉദാഹരണം എടുക്കാം. ഇപ്പം ഫത്ഹുൽ മുഈൻ കണ്ടാൽ അല്ല മുസന്നിഫിനെ കാണില്ലേ?
ആലാ മുസന്നിഫ് രണ്ടാമത്തെ മഖ്ദൂം, അതായത് വലിയ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ്റെ മകൻ അഹ്മദ് സൈനുദ്ദീൻ അല്ലേ? അഹമ്മദ് സൈനുദ്ദീനാണ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ കിതാബ് കാണലോടുകൂടി എന്തായി? അഹമ്മദ് സൈനുദ്ദീൻ തങ്ങളെ തിരിഞ്ഞ്. അല്ല അപ്പം ഈ കിതാബ് പൊളിച്ചു നോക്കിയിട്ട് അഹമ്മദ് സൈനുദ്ദീൻ തങ്ങളെ ഉള്ളിൽ കുത്തിരിക്കുന്നുണ്ടെന്ന് ഈ ഭാഗത്തൊന്ന് പൊളിച്ചു നോക്ക്. കിതാബിൻ്റെ പേജ് എടുത്ത് നോക്കിയാൽ അഹമ്മദ് സൈനുദ്ദീൻ നിങ്ങൾ കാണില്ല. മൂപ്പർ കാണണമെങ്കിൽ അവിടെ പോണോ? മാഹി കുഞ്ഞിപ്പള്ളിയിലുണ്ട്, മൊത്തൈക്കണം മുറ്റത്ത്. അവിടെ ഖബർ ശരീഫിൽ അങ്ങനെ തന്നെ നടക്കുന്നുണ്ടാവും. സ്വർഗം വിധി ഉണ്ടെങ്കിൽ കാണും. കാരണം ഔലിയാക്കളുടെ ശരീരം എന്താവൂല? മണ്ണിൽ ലയിക്കൂല, മണ്ണ് തിന്നൂല, ചെതലരിക്കൂല, അങ്ങനെയാണ്. അപ്പം ഫത്വൽമീൻ്റെ ഇബാറത്ത് നോക്കിയാൽ ആരെ കാണൂല? ഉറ കാണൂല. ഇഹ്യാലുൽ നോക്കിയാൽ ഗസാലി ഇമാമിനെയും കാണൂല. കാണും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇത് കാണുമ്പോൾ ഇതിൻ്റെ മുസന്നിഫിനെ പറ്റി നമുക്കെന്താകും? ഉടനെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. ഇതുപോലെ പൂന്തോട്ടം കാണുന്ന അവസരത്തിൽ അല്ലാഹു തആല അവിടെ ലയിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെന്താണ്? ഇത് കാണലോട് ഇത്ര വർണ്ണപ്പകിട്ടാറുന്ന സാധനം നമ്മൾ ടേബിൾ മക അണിഞ്ഞിരിക്കണമെങ്കിൽ തോട്ടത്തിൽ നിന്ന് അങ്ങനെ വന്നിട്ട് എടുക്കുമോ? എവിടെയും കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ ആ സ്വയം വന്നിട്ട് അണഞ്ഞുകൂടുവോ? വന്നിട്ട് അപ്പോൾ അത് കളറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനനുസരിച്ച് നല്ല സ്റ്റൈലാകുന്ന രീതിയിൽ ഒന്നിപ്പുറത്തേക്ക് നടന്ന് അപ്പുറത്തേക്ക് വെച്ച് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് കുപ്പിക്കത്ത് നടക്കണം. അദ്ദേഹം തോട്ടത്തിലാരും പോയിട്ട് അങ്ങനെ വെച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടെ ഒരാൾ വേണമെങ്കിൽ അവിടെ ഒരാൾ വേണം. ഇവിടെ കാണുന്ന ആളുണ്ടാവും, സെയ്ദോ അമ്രോ ബക്കറോ ഖാലിദോ ആരെങ്കിലും ഉണ്ടാവും. അപ്പുറം സെയ്ദും ഇല്ല, അമ്രും ഇല്ല, ബക്കറും ഇല്ല, ഖാലിദും ഇല്ല, ആരുമില്ല. പിന്നെ ആര് ഇതാ ഇവിടെ പണ്ടതാ കാണാൻ വളരെ എന്താ പറയുക സൗന്ദര്യമുള്ളതും കർണത്തിന് ആരംഭിക്കുന്ന തോട്ടങ്ങളെ നമ്മൾ ഉറപ്പിച്ച് എന്നിട്ട് വരുന്നത് മുളപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അപ്പോൾ ഇവിടെ ആൾ വേണമെങ്കിൽ അവിടെ പോകണം. അല്ലെങ്കിൽ വ്യത്യാസം പറ. ഇവിടെ ആൾ വേണമെന്ന് നിർബന്ധമായി നിങ്ങൾ ഏത് സാമാന്യ ബുദ്ധിയും സമ്മതിക്കുന്നുണ്ട്. അപ്പം അവിടെ ഉണ്ടാകാൻ ഇതില്ലാത്ത വ്യത്യാസം എന്താണ് ഉള്ളത്? അല്ല, ഇവിടെ ആൾ വേണം എന്ന് സംബന്ധിച്ച അവസ്ഥക്ക് മറ്റേതിൽ ആൾ വേണ്ട എന്നുള്ളതിന് എന്താ തെളിവ് നയിക്കുന്നത്? അപ്പം ഇത് രണ്ടും വ്യത്യാസം വേണ്ടേ? ഒന്ന് ആൾ വേണ്ടത്, മറ്റേ ആൾ വേണ്ടാത്തത്. ഇതെല്ലാം ഞാൻ പറയുന്നത് അബ്ദുല്ലാ അലി ഉസ്താദിൻ്റെ കൃഷിക്കാർക്കും തിരിയുന്നില്ല എന്ന് പറഞ്ഞ കള്ളിയിലാണ്. വേണം, അത് നെറുരി. അപ്പം അതിന് ആള് വേണമെന്നുള്ളത് ഇതിൽ നിന്നും വരുന്നില്ലേ? മാത്രം ഇതിനേക്കാണ് ആവൂല. എന്തുകൊണ്ട്? ഇത് മറ്റൊന്നും എടുത്ത് പറക്കി വെക്കുന്നതാണ്. മറ്റേതിന് ഇതിലില്ലാത്ത കുറെ ഔസാഫും സിഫാത്തും പലതും അതിലുണ്ട്. അപ്പൊ ഇവിടെ ആളില്ലാന്ന് സംബന്ധിച്ചാൽ തന്നെയും അപ്പുറമാണ് ആള് വേണ്ടതെന്നാ വരിക. മണമുണ്ട്. രണ്ട് പുഷ്പെടുത്ത രണ്ട് ജാതി മണ കടന്നു. മൂന്നാമത്തെ പുഷ്പെടുത്ത മണേ ഇല്ല. ചെമ്പരത്തി മണക്കൂല. റോസിന്റെ മണം വേറെ, മുല്ലന്റെ മണം വേറെ. ഒരൊറ്റ തോട്ടത്തിലാണ് വളർത്തുന്നത്. ഒരൊറ്റ പൊയ്ക്ക് തന്നെ വെച്ചോ, ഒരേ പാത്രം കൊണ്ട് വെള്ളമൊഴിച്ചോ, ഒരേ ആള് തന്നെ വെള്ളമൊഴിച്ചോ, മൂന്നായി മുളക്കുന്നു. മുല്ലന്റെ കളറ് വേറെ, ചെമ്പരത്തിന്റെ കളറ് വേറെ, പനനീരിന്റെ കളറ് വേറെ. ഒന്നിന്റെ മണം വേറെ, മറ്റിന്റെ മണം വേറെ. ചെമ്പരത്തി വേറെ, എനിക്ക് മണമില്ല. അപ്പോൾ അതിൻ്റെ ഖാലിഖിൽ എന്താക്കി ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടി. എന്നിട്ട് ചോദിക്കുന്നത് അള്ളാഹിനോടൊപ്പം മറ്റൊരു ഇലാഹ് ഉണ്ട് എന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? അള്ളാഹുവിൻ്റെ കൂടെ വേറൊരു ഇലാഹിൽ പ്രവർത്തിച്ചു എന്നാണോ പറയുന്നത്? ബൽഹും ഖൗമുൻ യഅ്ദിലൂൻ. ഹക്കായ മാർഗം വിട്ട് ബാത്തിലായ മാർഗത്തിലേക്ക് തെറ്റിയ കൂട്ടാന്ന് കിടക്കുക. അതിനെ കൊണ്ട് പേജ് കാണിച്ചു കൊടുത്തപ്പോൾ ഈ പ്രശ്നം തീർന്നില്ലേ? അമ്മൻ ജഅലൽ അർള ഖറാറാ വജഅല ഖിലാലഹാ അൻഹാറാ വജഅല ലഹാ റവാസിയ വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസാ അഇലാഹും മഅല്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. ഇനി കുറേ മദാഹിറുണ്ടെന്ന്. അമ്മൻ ജഅലൽ അർള ഖറാറ, ഭൂമിയെ നിങ്ങൾക്ക് താമസിക്കുവാനുള്ള ഇടമാക്കി. അപ്പം മനുഷ്യർക്ക് ഭൂമി താമസിക്കാനാണ് അള്ളാഹിൻ്റെ തീരുമാനം.
നമ്മുടെ ചന്ദനം വിളിക്ക് പോയാൽ അവിടെ പരെടുക്കാൻ പറ്റുമോ, ചട്ടിയും കുടിക്കാൻ വെക്കാൻ പറ്റുമോ, ചോറ് വെക്കാൻ പറ്റുമോ എന്ന് കണ്ടിരിക്കുന്നതെല്ലാം വിതരം വെട്ടിത്തം. ചൊവ്വയിലേക്ക് പോവുക, സൂര്യനിലേക്ക് പോവുക, ഭൂമി സ്ഥലിലേക്ക. അല്ല പറയാം നിങ്ങൾക്കുള്ള കരാർ എവിടെയാണ്? പിന്നെ അവിടെ പോയി താമസാക്കിയാൽ തന്നെ ഇടുന്ന വായുവും വെള്ളവും വെളിച്ചെല്ലാം കൊണ്ടുകൊണ്ട് പൊട്ടി വരും. ഇത് വായു തീരുമ്പോൾ അവിടെ വെച്ച് പോകും. പറ്റല് പറ്റാതിരിക്കാം. നിങ്ങൾക്ക് കരാറാക്കി തന്നോന്നല്ല, പറ്റുമെന്നോ പറ്റില്ല എന്നല്ല ഇവിടെ ചർച്ച. ഭൂമിയെ കരാർ നിങ്ങൾക്ക് ഒരളവോളം സ്ഥിരതാമസത്തിനുള്ള വേദിയാക്കി എന്ന് പറയും. മറ്റേത് പറ്റൂല എന്നിവിടെ ചർച്ച ചെയ്തിട്ടില്ല. എന്നിട്ടോ ആരും പോകാത്ത അവിടെ തന്നെ വായു കെട്ടിയിട്ട് പോകുന്ന അവിടെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ അവിടെ വായു ഓക്സിജൻ ആദ്യം ഉണ്ടാണ്ടേ. ഓക്സിജൻ അല്ല അനിവാര്യം. ഭക്ഷണം ഇല്ലെങ്കിൽ 1-2 ദിവസം പൊപ്പിക്കുക. നമ്മൾ പണ്ട് 40 മണിക്കൂർ നിന്നിട്ടില്ലേ, സ്പെഷ്യൽ ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ട് 40 മണിക്കൂർ നിന്ന് ആ പാവപ്പെട്ട രോഗി ഔലാദിക്ക് വരെ കഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്ക് സ്പെഷ്യൽ കോട്ടയാണ് അത് നിങ്ങൾ ആസ്വദിക്കണം എന്നുള്ള നിലക്ക് നീക്കെന്നെ വെച്ചാൽ നമ്മളെ പേർക്ക് വറുതെറിക്കാൻ മതി. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച് അവിടെ നിൽക്കണം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ വളരേണ്ട നമ്മൾ വിദേശത്തേക്ക് താമസം അള്ളാഹ് ആക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി താമസം കൃത്രിമമാണ്. അതുകൊണ്ടാണ് എന്താക്കുന്നത്, ചില സ്ഥലത്ത് പോയാൽ വായു പിടിക്കുന്നില്ല, വെള്ളം പിടിക്കുന്നില്ല എന്നിട്ട് അലർജിയും മറ്റും ഉണ്ടാകും. ചില സ്ഥലത്ത് നേരിയ വായു ശ്വസിക്കേണ്ട ആളുകളായിരിക്കും. നൈറ്റ് അവൻ്റെ ശ്വാസകോശത്തിന് എല്ലാം ഉഷാറാണ്. തടിച്ച വായുള്ള സ്ഥലത്ത് പോയാൽ എന്താക്കും, ശ്വാസകോശത്തിലേക്ക് കയറാൻ വേണ്ടി എന്താക്കും തിക്നെസ് വന്നിട്ട് ഇങ്ങനെ ആക്കണം. എന്തുകൊണ്ട് നിങ്ങളവിടെ വെള്ളം തീരുമാനിച്ചല്ല. നമ്മ വെള്ളത്തിൽ താമസിക്കാൻ വിധിച്ചിട്ടില്ല. വെള്ളത്തിലെങ്ങനെയെങ്കിലും എവിടെ ഉറപ്പിക്കുക. അതേസം മത്സ്യത്തിനെ കരകെട്ടാൽ എഴുതി ജീവിക്കാൻ കഴിയില്ല. മത്സ്യത്തിന് തീരുമാനം ഇടുന്ന വെള്ളത്തിലാണ്. കരകെട്ടാൻ കളിക്കുന്നുണ്ടാവും. നമ്മളെ വെള്ളത്തിലിട്ടാൽ ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ കരാർ അന്ന് വെച്ചിട്ടുണ്ട്. അത് അറിവ്. അപ്പം അന്ന് കരാറാകുന്ന അവസരത്തുണ്ട്. ഭൂമി ഒരു ഭൂമിയെല്ലാം മറ്റൊരു ഭൂമിയെ കരാറായി താമസിക്കുക. അബുദാബിയിലും ഖത്തറിലൊക്കെ 40 കൊല്ലം ഇപ്പം കഴിഞ്ഞ ആൾ ഇപ്പോൾ അവിടെ ഉണ്ട്. അവർക്ക് കരാറല്ലാണ്ടായിട്ടില്ല. പക്ഷെ ചില വായുകളും ചില സാഹചര്യങ്ങളും അവർക്ക് പിടിക്കേണ്ടതുണ്ട്. പല രോഗങ്ങളും അവരെന്താ കീഴടക്കുന്നുണ്ട്. അല്ല സെറ്റപ്പാക്കിയിട്ടുണ്ടോ? അതല്ല, അത് നമ്മൾ ഈ ചർച്ചാ വിഷയം അതല്ലല്ലോ. നിങ്ങൾക്ക് കരാറായി തീരുമാനിച്ച് ചൊവ്വയാണോ ഭൂമിയാണോ എന്നൂടെ പറയുന്നു. അപ്പൊ അതുകൊണ്ടെന്നില്ല, ഭൂമി നിങ്ങളുടെ കരാറാണെന്ന് പറഞ്ഞത് കൊണ്ട് ചൊവ്വയിലുണ്ടോ ഇല്ലെന്ന് മസ്കൂത്തം കലാമിൽ ചർച്ചയില്ല. സെയ്ദ് ഖത്തറടക്കി എന്ന് പറഞ്ഞാൽ അഹമ്മദ് ഖത്തർ അടക്കിയോ ഇല്ലയോ എന്നുള്ള ചർച്ചാ വിഷയമായിട്ടില്ലല്ലോ. ഈ ഇരിക്കുന്ന ആളെല്ലാം ചാവടിച്ച് വന്നാളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ആൾ എന്താണെന്ന് ഹുക്മ് വന്ന അതിനല്ലേ മസ്കൂത്ത്. അതായത് ചർച്ചാ വിഷയത്തിൽ പെടാത്ത അനദർ സബ്ജക്ട്. ചുരുക്കത്തിൽ മനുഷ്യന്റെ ഈ ആഡംബരം ഒന്ന് കാണിച്ചിട്ട് ആളെ അത്ഭുതപ്പെടുത്തൽ എന്നുള്ളതാണ്. അതിനോട് തട്ടിപ്പെടുന്നത് നമുക്ക് തിരിയില്ല. ഇനിയൊന്ന് ഭൂമിയുടെ ഇടയിൽ പല നദികളുണ്ട്. അപ്പുറം ഒന്ന് വളപട്ടണം പുഴ, ഇപ്പുറം പോകുമ്പോൾ മറ്റേ പുഴ, ഇപ്പുറം കുറുമാത്തൂർ പുഴ, അങ്ങനെ ഓരോ നാട്ടിൽ ഓരോ അൻഹാർ. ഹിലാൻസ് ഇടയില്ല. മറ്റൊന്ന് റവാസിയ, ഈ ഭൂമിക്ക് വലിയ ഉറച്ച പാറക്കല്ലുകൾ വെച്ചിട്ടുണ്ട്. ആ പാറക്കല്ല് മുഴുവനും പൊട്ടിച്ചെടുത്തിട്ടാണല്ലോ ഇവിടെ വാർപ്പുണ്ടാക്കി പാലം പണിത് പിന്നെ റെയിൽ നടത്തിയപ്പോൾ അതിൻ്റെ ഇരു വശങ്ങളിലിട്ട്. റെയിലുമ്പിൽ ജില്ലയില്ലാത്ത റെയിലോടെയും കാണാൻ കഴിയോ? അങ്ങനെ ഇപ്പോൾ ജില്ലയിടുന്നത് എന്താന്ന് തണവ് നീച്ചാൽ തണവ് വന്നു കഴിഞ്ഞാൽ താണിൻ്റെ മുകളിലെ ഇടല് ജില്ലയാണ് കൊണ്ട് തട്ടല്ലേ ഇതിന്. അപ്പോൾ നിങ്ങൾ ഇതൊന്നും നോക്കിയില്ലല്ലോ. അത് ചിന്തിക്കുക, വെറുതെ വണ്ടിയിലേക്കല്ല. പൊടി വാങ്ങിച്ച് പരിസരക്കാർക്ക് നിൽക്കാൻ കഴിയൂല. മറ്റൊന്ന് പൊടി കൂടെ 2 വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ വലിയ കുയ്യാണ്ടാകില്ല. എല്ലാം കോരിക്കൊണ്ടു പോയി.
നമ്മളെ പുരക്കുന്ന കീഴുന്ന റോഡ് കിട്ടണം. വണ്ടി അടിതട്ടുന്ന എന്താണ് പറ്റിയത്? ഇങ്ങനെ ഇറക്കായതുകൊണ്ട് എന്താക്കി, ആദ്യം വണ്ടി പോയപ്പോൾ പൊടി ഇളക്കി വെച്ച്, മഴ പെയ്തപ്പോൾ പൊടി തേച്ച് കൊണ്ടുപോയി പള്ളിയിടത്തേക്ക് എത്തിച്ച് അവിടെ കുയ്യായി. ഏത് വണ്ടി കയറുമ്പോൾ എന്താക്കും? അടിതട്ടും. അപ്പോൾ 2 വണ്ടി അങ്ങ് സ്പീഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ പോകുന്ന വണ്ടി ആ പരിസരക്കാർക്ക് പൊടി കൊണ്ട് നിൽക്കാൻ കഴിയില്ല. പിന്നെ പൊടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതാക്കും ക്രമേണ വലിയ കുണ്ടാണ്ടാണ്. അങ്ങനെ വരില്ല. പക്ഷെ അതിന് ആവശ്യമായിട്ട് വരും. ഈ റവാസി ഇല്ലെങ്കിൽ ഭൂമിയുടെ വെയിറ്റ് പോയില്ലേ, ഭൂമിക്ക് തങ്ങി നിർത്താനുള്ള വെയിറ്റ്, അതിൻ്റെ ബാലൻസ്, അത് ഒരു ഭാഗത്തൊന്നും ബാലൻസ് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇളകിയില്ലേ. തിരമാലകൾ കോരി പറയാനാ വെയിറ്റ് കുറഞ്ഞില്ലേ. റവാസി എന്ന് പറഞ്ഞാൽ വലിയ പാറക്കെട്ട്. 3 ഇപ്പം എത്രണ്ണി? ഇനി 4മത്തെ അല്ലേ? 1 2 3 ഇപ്പം പറഞ്ഞു. വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസാ, 2 സമുദ്രം. 2 സമുദ്രത്തിൽ ഏതാണ്? ഒന്ന് ഉപ്പ് വെള്ളം, മറ്റൊന്നോ നല്ല വെള്ളം. ഈ ഉപ്പ് വെള്ളം കയറിയിട്ട് ഇപ്പോഴത്തെ നല്ല വെള്ളത്തിൽ കലരുന്നില്ല. നല്ല വെള്ളം ഇങ്ങോട്ട് കയറിയിട്ട് എന്താക്കുന്നില്ല, ഉപ്പ് വെള്ളത്തിൻ്റെ സാന്ദ്രത കുറക്കൊന്നുമില്ല. 2ൻ്റെ ഇടയിൽ. ഇതാണ് വേറെ മിസ്സാന്ന് പറഞ്ഞില്ലേ. പോയ ഒരാൾ പറഞ്ഞ് നമ്മൾ 2 ബെരൽ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇതിലുപ്പുണ്ട് ഇതിലുപ്പില്ല. എന്തുകൊണ്ട് ആ വെള്ളം ഇങ്ങോട്ട് കിടക്കുന്നില്ല, ഈ വെള്ളം എന്തുകൊണ്ട് കിടക്കുന്നത്? അമറജൽ ബഹറൈനി യൽതഖിയാനി ബൈനഹുമാ ബർസഖ്, 2ൽ ഒരു തടസ്സം. ലാ യബ്ഗിയാൻ, ഇതിങ്ങോട്ടും കയറില്ല അതിങ്ങോട്ടും കയറില്ല. അതിൻ്റെ പറഞ്ഞ് വജഅല ബൈനൽ ബഹ്റൈനി ഹാജിസ. മറ്റൊരു സത്യവാക്യാനിക്കും ഹാദാ മിൽഹുൻ ഹാദാ ഫുറാത്തും ഹാദാ മിൽഹുൻ ഉജാജ് വജഅല ബൈനഹുമാ ഹിജ്റൻ മഹ്ജൂറ. അപ്പിതാണ് സംവിധാനം ചെയ്താൽ. വീണ്ടും ചോദ്യം, അഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിനോടൊപ്പം ആരാധിക്കപ്പെടാൻ മറ്റൊരു ഇലാഹുണ്ടെന്നാണോ? എന്താണ് നിങ്ങൾ പറയുന്നത്? ബൽ അക്സറുഹും ലാ യഅലമൂൻ, അധികം ആളുകളും കാര്യം അറിയുന്നില്ല എന്നാണ്. അപ്പോൾ അറിവില്ലായ്മയാണ് അടുത്തൊക്കെ വലിക്കുന്നത്. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫു സ്സൂഅ വയജ്അലുകും ഖുലഫാഅൽ അർള്. 3 കാര്യം ചെയ്തു കൊടുക്കുന്നതാ. മുൽത്തറായ ഒരു മനുഷ്യന് അള്ളാഹുവിനോട് ദുആ എന്നാൽ എന്നെന്താ, അതിൻ്റെ ആ ഉപദ്രവം ദൂരീകരിക്കുന്നത്. ഇത് എവിടെ ഈ ദൂരീകരണം പറഞ്ഞത് നിങ്ങൾ പറഞ്ഞപ്പോൾ? പക്ഷെ മുൽത്തറിനെ ഉത്തരം കൊടുക്കാമെന്ന് പറഞ്ഞു. കണ്ടമാൻ എന്തെങ്കിലും ഒരു സാധയാക്കിയാൽ ചിലപ്പം അത് കിട്ടിക്കൊള്ളുന്നില്ല. ഒരു എമർജൻസി വേണ്ടേ? ഇൽത്തിറ ദ്വാക്ക് ഉത്തരം കിട്ടപ്പെടാനുള്ളൊരു കാരണമല്ലേ ഇൽത്തിറാർ. അപ്പോൾ ഇൽത്തിറാർ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പോൾ തിന്നാണ്ടും കുടിക്കാണ്ടും ഭയമൊന്നുമില്ലാണ്ട് കഷ്ടപ്പെടണം. അതുമായി മുൽത്തറിന് അർത്ഥം. അപ്പോൾ അവിടെ മൊത്തത്തിൽ എന്താക്കണം? ഇൽത്തിറാർ ഇവനിപ്പോൾ അറിയുക. എന്താണ്? ഒരു സെക്കൻഡ് സമയം വായു മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ജീവിതമില്ല. ഭക്ഷണം മുടക്കിയിട്ട് എന്താക്കുക? കുറേ സമയം നിൽക്കാം. വെള്ളം മുടക്കിയിട്ട് അത്രയില്ലെങ്കിലും കുറച്ച് നിൽക്കാം. വായു ഇല്ലെങ്കിൽ എത്ര മിനിറ്റ് നിൽക്കാൻ കഴിയും? മൂക്ക് പൊടിച്ചിട്ട് അല്പം നിങ്ങൾക്ക് എത്ര സമയം ഈ വായു കയറാണ്ട് പുറപ്പിക്കാനാവെന്ന് പറഞ്ഞാൽ. അവ പ്രധാന 3 വസ്തുക്കളിലേക്ക് ഏതൊരവസരത്തിലും അവൻ മുൽത്തറാന്ന് എന്നുള്ള ഈ ഇൽത്തിറാർ അവനിന്ന് പിരിഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഏതൊരവസരത്തിലും ഇൽത്തിറാർ സ്പെഷ്യൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ജനറൽ ഇൽത്തിറാർ എന്താക്കുന്നുണ്ട്? അവൻ്റെ ജീവിതത്തിന് എപ്പോഴും വലരി നിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ വായു ഇല്ലാണ്ട് എത്ര മണിക്കൂർ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്ന് നമുക്ക് തന്നെ സ്വയം കണ്ടുപിടിക്കാമല്ലോ. ഇനി കണ്ണിൻ്റെ കാഴ്ച നോക്ക്. ഇതാ ഈ സെമി സർക്കിളിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും കാണണം അല്ലേ? ഏതെങ്കിലും കാഴ്ചക്ക് കുറച്ച് കുറവോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലാകലോ ഒന്ന് കുറവാകലോ അല്ലെങ്കിൽ തീരെ ഇല്ലാണ്ടായാൽ ഇവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? അപ്പം കണ്ണിൻ്റെ കാഴ്ച വേണമെങ്കിൽ പ്രകാശിപ്പുറം പോകണോ? പ്രകാശം കണ്ണിലടിച്ചാൽ കൂടുതൽ കാണുമെന്നൊന്നും വിചാരിക്കണ്ട. പ്രകാശം എവിടെ അടിക്കണ്ട്? കണ്ണിലേക്ക് അടിക്കണ്ട്, കാണപ്പെടുന്ന വസ്തുവിൽ അടിക്കണ്ട്. നല്ലോണം കാണാൻ വേണ്ടി കണ്ണിൽ ടോർച്ചടിക്കുക, എന്നാൽ കാണാം. അപ്പോൾ കാണപ്പെടുന്ന വസ്തുവിലേക്ക് എന്താക്കണം? പ്രകാശം അടിക്കണം. അപ്പോൾ കാഴ്ച പ്രവർത്തിക്കണമെങ്കിൽ എന്തേ ഉള്ളൂ? പ്രകാശത്തിലേക്ക് മുൽത്തറ നീ വരും. എന്താന്ന് പറ?
അങ്ങനെ ഒരു ശബ്ദം ശബ്ദമല്ലേ എൻ്റെ ബന്ധം, അത് ആ ശബ്ദ തരംഗം വന്നിട്ട് ഇവൻ്റെ ചെവിയിലേക്ക് എത്തിക്കണമെങ്കിൽ വായുവിൻ്റെ സഞ്ചാരം പോകണം. അല്ലെങ്കിൽ അടച്ചു പൂട്ടിയ വണ്ടിയിൽ നിന്ന് സംസാരിച്ച പുറത്താരും കേൾക്കുന്നില്ലല്ലോ. ഇതിൻ്റെ കിട്ടാത്ത ശബ്ദ തരംഗം കടക്കാനുള്ള വായുവിൻ്റെ സഞ്ചാരം ഇല്ലല്ലേ പക്ഷേ? ഇങ്ങനെ നോക്കിയാൽ ലോകത്തുള്ള ഇവൻ്റെ ജീവിതം എന്നും തവക്കുഫാക്കി എല്ലാത്തിൻ്റെ മുകളിൽ ബന്ധപ്പെടുത്തി കിടക്കുകയാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഇവൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനം നടക്കൂല. ഇഫ്തിഖാറ് വേറെ, ഇഫ്തിറാറ് വേറെ. ഇഫ്തിഖാറ് അതിനേക്കാണ് അമ്മാൻ. ഇതിലേക്ക് ആവശ്യമുണ്ട് എന്നേ വരുള്ളൂ, ഇഫ്തിറാറുണ്ടെന്ന് വരില്ല. നമ്മൾ നോക്ക്, നമുക്ക് താൽക്കാലികമായി നോമിനലും ദാഹിക്കുന്നില്ല, അസർക്ക് ശേഷം ദാഹമില്ലേ, വെള്ളം കുടിക്കലേക്ക് ഇഫ്തിഖാറുണ്ട്. ഇഫ്തിഖാറുണ്ട്, പക്ഷെ ഇഫ്തിറാർ വന്നിട്ടുണ്ടാ? ഇഫ്തിറാർ വന്നാൽ ഇതില്ലെങ്കിൽ ഇനി എൻ്റെ അപ്പുറം ജീവിതമില്ല എന്ന് വരണ്ടേ? അപ്പോൾ ഇഫ്തിഖാറും ഇൽത്തിറാറും രണ്ടും രണ്ടാം. ഇൽത്തിറാറിന് ഈ സാധനം ഇല്ലെങ്കിൽ അതിനപ്പുറം ഒന്നുമില്ല. ഇഫ്തിഖാർ അതിനേക്കാണ് അമ്മ. അപ്പോൾ ഇഫ്തിഖാർ ഉള്ളത് കൊണ്ട് ഇൽത്തിറാറ് വന്നോളണമെന്നില്ല. ഇൽത്തിറാറ് വന്നാൽ എന്നുണ്ടാക്കി ഇഫ്തിഖാർ ഓട്ടോമാറ്റിക്കായിട്ട് സംജാതമാകും. അപ്പം മന്ദിക്കാറ് പറഞ്ഞ് എല്ലാ ഇൽത്തിറാറിൻ്റെ രംഗവും ഇഫ്തിഖാറിൻ്റെ രംഗമാകുന്നു. ഇഫ്തിഖാറിൻ്റെ രംഗം എല്ലാം എന്താകൂല, ഇൽത്തിറാറിൻ്റെ രംഗമാകണമെന്നില്ല. അതാ മന്ദിക്ക് പറയും. അല്ല പക്ഷേ സാറേ, ഇന്ന് മറ്റോ ശരി എന്ന് പറയുമോ ഒമ്മ ഹുസൂസ് മുത്തലക്കാം. അത് ഇപ്പം നടക്കിയ അവൻ്റെ പടപ്പ് തന്നെ മുത്തറ്റിങ്ങളല്ലേ എഴുതുക. പക്ഷെ ആ മുത്തത്തല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. എഴുത്തുകാരെ കുടുങ്ങിയിട്ട് അത് അനുഭവസ്ഥനാണ്, അന്നേരം ഉത്തരം കിട്ടില്ല. എപ്പോഴും ഉത്തരം കിട്ടുമായിരിക്കിലേക്ക് ആ ഇൽത്തിറാറിൻ്റെ രംഗത്ത് ഇവൻ്റെ ജിഹാദ് കൊണ്ടെന്താക്കിയെന്നറിയോ? ഇൽത്തിറാറിൻ്റെ രംഗം മോനിക്ക് ഷൂദിൽ വന്നു. ഞാൻ ആരാണ്? എനിക്കിപ്പോൾ ഒന്നും ഇൽത്തിറാറില്ല, പക്ഷെ ഞാൻ ഇൽത്തിറാറിലാണ് ഉള്ളത് എന്നുണ്ടാക്കണം. നഫ്സിനെ അറിഞ്ഞ് റബ്ബിൻ്റെ താലൂക്കും അറിഞ്ഞിട്ട് ഞാൻ എപ്പോഴും മുത്തറ. അപ്പം മജീദിലവർ പറഞ്ഞൊക്കെ മുത്തറായാൽ യാതൊരു ധാരണയാലും എന്താ കൊലക്കന്മാർ അങ്ങനെ ആവട്ടെ എന്ന് അന്നേരമായി. വേണ്ടിയിട്ട് വല്ല ഒരു വസ്തുവിനെ നോക്കുമെങ്കിൽ വേണ്ടിയ വണ്ണം അതിനകത്തുനിന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പറഞ്ഞാൽ കൊടുത്തു. ഇൽത്തിറാറ് ബിൽഫയിൽ നമ്മൾക്ക് അനുഭവപ്പെടുന്നില്ല. ഞാൻ കനിയാന്ന് എല്ലാവർക്കും മനസ്സിലാക്കുന്നത്. എനിക്ക് പണമില്ലേ, എനിക്കതില്ല, ഇതില്ലേ, മനസ്സിലായില്ല. ഇൽത്തിറാറ് ഇവൻ്റെ നഫ്സിൽ അല്ലാഹു തആല വെച്ചൊരു ഇൽത്തിറാർ നേരത്തെ ഉണ്ട്. പക്ഷെ അതേ പിന്നെ അവൻ ശുഹൂദിലേക്ക് എത്തിയിട്ടില്ല. അത് ഇൽത്തിറാർ അവൻ കാണുന്നില്ല. എന്തുകൊണ്ട്? ഈ ഭൗതികമായതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇൽത്തിറാർ ഇല്ലെന്നാ തോന്നിപ്പോയി. അതിനെ തൊട്ട് നസ്യം മനസ്സിലാണ്. അപ്പോൾ ഇൽത്തിറാറ് ചിലപ്പോൾ അവസരം എന്താക്കും, ഇൽത്തിറാറിനെ അള്ളാഹ് ഉണ്ടാക്കി തീർക്കും. ചിലപ്പോൾ നേരത്തെ വെച്ചത് ഇവന് ഷാഹിദാകും, അല്ലെങ്കിൽ ഷാഹിദാവാത്ത ബിൽഫിയിൽ ഇൽത്തിറാറ് ഇല്ലാത്ത നമ്മിപ്പം കഴിയുമ്പോൾ ഉണ്ടാവും. പാർട്ടി 3 ഇവിടെ ഇതല്ലോ. ഒന്ന് മുൽത്തറായി, ചോറും കഞ്ഞിയില്ല, വായുവില്ലാണ്ടായിട്ട് പക്ഷേ ഒരു നിമിഷം ജീവിക്കാൻ കഴിയാത്ത ചുറ്റുപാട് വന്നു. അത് ബിൽഫിയിൽ എന്നുവെച്ചാൽ ആൾറെഡി മുൽത്തറായി ചെയ്യും. ആ കോലത്ത് നമ്മൾ അന്നാക്കിയിട്ടില്ല. മറ്റൊന്നെന്താണ്? നഫ്സിൽ ഇൽത്തിറാറാകുന്ന ബഹറിൽ അവ മുങ്ങിയിട്ടാണ് ഉള്ളത്. പക്ഷെ ബഹറിൽ മുങ്ങിയിട്ടുണ്ടെന്ന് ഇവർക്ക് ബോധ്യമില്ല. അതാ നമ്മൾ എപ്പോഴും നിമിഷം തോന്നിയിട്ടുണ്ടാ? ഇതെങ്ങാനും അല്ലാഹു തആല സ്വിച്ച് ഒരു മിനിറ്റേക്ക് ഓഫാക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താന്ന് ചിന്തിച്ചു വെച്ചാൽ മീണ്ടാ. ഇപ്പം ഒന്നും വേണ്ട. ഗൾഫിൽ പോയാൽ ബാത്റൂം 7-ാം തട്ടിലുണ്ട്. മക്കത്തെല്ലാം അതിനകത്തെല്ലാം ഒരു സെക്കൻഡ് സമയം കറണ്ട് പോകാൻ ചിന്തിച്ചപ്പോൾ ഒന്ന് ഊഹിച്ച് നോക്കിയട്ടെ. ആ ബാത്റൂമിന് 7-ാം തട്ടിൻ്റെ അടിയിൽ കുടുങ്ങിയുള്ള അവസ്ഥ എന്താന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് സമയമേ ഉള്ളൂ. അതെ. അപ്പം അല്ലാഹു തആല ആക്കിയ ഒരു ഇൽത്തിറാറിൻ്റെ ബഹറിലാണ് മനുഷ്യൻ്റെ ഹയാത്ത് മുഴുവനും കഴിയുന്നത്. പക്ഷെ നമുക്കെന്തില്ല, ഈ ഭൗതികമായ ആഡംബരങ്ങൾ മറ്റേ കൺമുമ്പിൽ നമ്മൾ ആകർഷിച്ച കാരണത്താൽ നമ്മൾ അതിലാണെന്ന് തിരിയൂല. ഏതുപോലെ എന്നറിയോ? കൂരാകൂരട്ടിലെ വിജനമായ ഒരു സ്ഥലത്തെങ്കിലും പോലുണ്ട്. പരിസരത്ത് ട്യൂബ് ലൈറ്റ് ഇല്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, മറ്റേ കൂരാകൂര രാത്രിയാണ്. നിങ്ങളെ പെരൻ്റെ ഉള്ളിൽ ബൾബിട്ടു അല്ലേ? അപ്പൊ ഇവനും പുരയും എല്ലാം നിൽക്കുന്നത് കാമ്പടികമായ വിശാലമായ ഇരുട്ടിന്റെ വയറിലാണ് ഉള്ളത്. പക്ഷെ ഉള്ളിലെ ബൾബിട്ട് നോക്കുമ്പോൾ പുറത്തെ ഇരുട്ട് കാണില്ല. ചിന്തിച്ചു നോക്കിയിട്ട് കാണുന്നുണ്ടോ? ഇതെല്ലാം ഒരുപാട് ചിന്തിക്കണം. ചിലപ്പോൾ തടിയും മുടിയെല്ലാം പോയിക്കോട്ടെ, പുതിയ മുടി വാങ്ങാം.
അപ്പോൾ പുറത്തുള്ളിൽ കത്തിച്ച് വെച്ച ബൾബിൻ്റെ ആകർഷണത്തിൽ എന്തായി, പുറത്തെ ഇരുട്ട് നമ്മളെ തൊട്ട് ഹിജാബ് ഇട്ടുന്നേ ഉള്ളൂ, ഇരുട്ട് അവിടെ ഉണ്ട്. ഇപ്പം ഉൾക്കൊള്ളുന്നില്ല, ഇങ്ങനെ വേഗം ആലോചിച്ചിട്ടൊന്ന് നോക്ക്, രാത്രി ബൾബ് ഇട്ടിട്ട് നോക്ക്. അത് തിരിയണമെങ്കിൽ എന്താക്കണം, ഈ ബൾബ് ഓഫാക്കുക, അല്ലെങ്കിൽ അപ്പുറടങ്ങി ഇട്ടോ. എന്നിട്ട് ജനലിൻ്റെ ഇവിടെ മുറ്റത്ത് നോക്കിയാൽ എന്താ കണ്ണിൽ ഉള്ളിലിട്ട്. ഇതുപോലെ എന്താക്കിയെന്നറിയാം, ഉള്ളി ബൾബിട്ടിട്ട് ചില വെള്ളമുണ്ട്, അവിടെ ടാങ്കിയിൽ വെള്ളമുണ്ട്, ഇപ്പോൾ അതുണ്ട്, കീശയിൽ പൈസ ഉണ്ട്, കൊടുക്കയിൽ അരിയുണ്ട് എന്നൊക്കെ വെച്ചിട്ട് ഈ ഇൽത്തിറാർ ഇല്ലായ്മ കണ്ടിട്ട് അസൽ ഇൽത്തിറാർ മറന്നുപോയി. ഇതാണ് നമ്മളിപ്പോഴുള്ള അവസ്ഥ. മൂന്നാമത്തെ അർത്ഥം എന്താക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽത്തിറാറിനെ സംജാതമാക്കി കൊടുക്കും ഏതെങ്കിലും രംഗത്ത് കുടുങ്ങിയിട്ട്. അങ്ങനെ എന്തായെന്നറിയോ, അസൽ ഇൽത്തിറാറ് ഉണ്ടായിരുന്നു എന്ന് അപ്പം തിരിയല്. ആ തിരിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ചിലപ്പോൾ ഇൽത്തിറാറിലേക്ക് കൊടുക്കുന്നത്. ഇവർക്ക് ഈ സുഖാഡംബരങ്ങൾ ലയിച്ചിട്ട് ഇൽത്തിറാറ് മറന്നുപോയി, ഒന്ന് കാണട്ടെ, ഞാനിങ്ങനെ ആക്കി ഇങ്ങനെ ഉണ്ടായാലും. അപ്പം ജനം 3 തരക്കാരുണ്ട്. ആ 3-ൽ ഏതാണ് നമ്മൾ ഇപ്പോഴും ആലോചിച്ചാൽ മതി. അപ്പം മറ്റേ ഇൽത്തിറാറ് എന്താക്കും, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിയിട്ട് നെഫ്സിനെ മനസ്സിലാക്കിക്കൊണ്ടെടുത്താക്കും. ഇതെല്ലാം നഫീസ് ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ നമ്മളെ ചോദിക്കുന്ന ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല, അതുമില്ല, ഇതുമില്ല, അള്ളയും അല്ല തന്നതും മാത്രം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ തഹഖുഖിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മജീദ് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഇൽത്തിറാറിൽ അവനുണ്ടാകില്ല. എപ്പോൾ ഇൽത്തിറാർ ഉണ്ടാകും, എപ്പം ചോദിച്ചാലും കിട്ടും. സംശയം തീർന്നില്ല. നമുക്കെന്താക്കും, ഇൽത്തിറാർ ബീഫിൽ വന്നാലേ ചിലപ്പോൾ കിട്ടുള്ളൂ, വരാൻ കാത്തിക്കണ്ട. അതെ, അതല്ലേ പറഞ്ഞത്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ, ഇതുപോലത്തെ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു അള്ളാഹിനെ നിഷേധിക്കുന്ന ആര്, അള്ളയില്ലെന്ന് പറയുന്ന നാസ്തികനായ ഒരു മനുഷ്യൻ മൂപ്പത്തേക്ക് വന്നു. അതിനുള്ള അപരീതങ്ങളിൽ അഹ്ലുബൈത്തിൽപ്പെട്ട സയ്യിദല്ലേ. അപ്പോൾ മൂപ്പർ അവൻ്റെ ബാധ്യത എന്ന് പഠിച്ചൊന്നൊരു സാധനമില്ലെന്ന്. അപ്പോൾ മൂപ്പർ ചോദിച്ചത്, നിനക്കെന്താ പണിയുണ്ടായിരുന്നത്? എനിക്ക് ഒരു ബിസിനസ്സെല്ലാം ഉണ്ട്. ആ ബിസിനസ് എവിടെയാണ്? അതിങ്ങനെ പോയിട്ടും വന്നിട്ടും പല സ്ഥലത്തെല്ലാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടും ബിസിനസ് സംബന്ധമായ യാത്ര ചെയ്യാറുണ്ടോ? ഉണ്ട്. എന്തിനാ കൂടുതൽ യാത്ര? അന്ന് ഇതില്ല, വിമാനവും ഇതില്ല, തീവണ്ടിയൊന്നുമില്ല. ഒട്ടകപ്പുറത്തായിരിക്കും, അല്ലെങ്കിൽ കടൽ യാത്രയായിരിക്കും. കടൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും കടലിൽ എന്തെങ്കിലും ദുഷ്കരമായ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് ഉണ്ട്. എന്താണ്? കപ്പലിൽ കേട് പറ്റിയിട്ട് പിന്നെ തിരമാലയിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ അയം വെക്കുമ്പോൾ തിരമാല അടിക്കുന്നതോറും ഓരോ പലകെല്ലാം കൂടെ തെറിച്ചു പോകാൻ തുടങ്ങി. നിയന്ത്രണ വിധേയമെല്ലാം ഉണ്ട്. എന്നിട്ട് ആ അവസരത്തിൽ രക്ഷപ്പെടണമെന്ന് പ്രതീക്ഷയുണ്ടോ എന്നാ ചോദിച്ചത്. സ്വാഭാവികം എന്തു പറഞ്ഞു? എന്തിൽ നിന്നാ രക്ഷ? എന്തുകൊണ്ട് രക്ഷ? ഈ കപ്പൽ സഹിയായി കഴിഞ്ഞാൽ രക്ഷ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം നിൽക്കുന്നത്. അസ്ബാബിൻ്റെ മോള് താലൂക്കഴിച്ചു അല്ലേ? ആ പ്രതീക്ഷ അർപ്പിച്ച കപ്പൽ എന്തായി? തകർന്നു. അപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്ന നിങ്ങളെ പോയി. ഇനിയും പിന്നെന്തായി? ഒരു പലകൻ്റെ മേലിൽ പിടിച്ചിട്ട് തിരമാല എങ്ങോട്ടാണ് അടിക്കുന്നത് ലക്ഷ്യമില്ലാതെ എഴുതി പിടിച്ചിട്ട് പല മുങ്ങുന്നെങ്കിൽ മുങ്ങട്ടെ, ഇതങ്ങനെ പോകുമ്പോൾ മരങ്ങൾ മുങ്ങാറില്ലല്ലോ ഇത്. അപ്പോഴും രക്ഷ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. എന്തിൻ്റെ മുകളിൽ? ആ പല എൻ്റെ കൈമുള്ളിടത്തോളം കാലം വലിയ തിരമാല വന്നിട്ട് ഒരൊറ്റ തട്ടിക്കൊണ്ടപ്പോൾ പല കൈമ തെറിച്ചു പോയി. പിന്നെന്ത് ചെയ്തോളൂ? നീന്തി. ഇപ്പോൾ രക്ഷ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. എന്തിനെ? നീന്തലിൻ്റെ മുള്ള, നീന്താനുള്ള കഴിവും അതുകൊണ്ടാണ് അതിൻ്റെ ഊർജ്ജത്തിൻ്റെ മുള്ള നിൽക്കുന്നത്. എന്നിട്ട് എവിടെയെങ്കിലും കരക്കണിയണം അല്ലേ? കുറേ ആക്കുമ്പോൾ കേൾക്കുന്നതായി ഇവൻ്റെ ഊർജ്ജം തീർന്ന് അവസാനം കുതപ്പെല്ലാം വന്ന് കൈയും കാലം ചലിപ്പിക്കാൻ കഴിയാണ്ടായി. എന്നിട്ടും രക്ഷ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉണ്ട്. ഇവിടുന്ന് പറഞ്ഞു. അപ്പം ഇവൻ കണ്ടുവച്ച സ്വതന്ത്രമായ കപ്പല്, പൊളിഞ്ഞ കപ്പല്, പലക്കഷ്ണം, നീന്തല്, എല്ലാ ഉപാധിയും പോയി. ഇവിടത്തേക്ക് ആരെ പക്കെന്താ പ്രതീക്ഷിക്കുന്ന ചോദിച്ചത്? നമ്മ പറയാം എവിടുന്നാ പ്രതീക്ഷിക്കുന്നത്? ഇവനിക്ക് ഉത്തരയില്ല. ഉത്തരം കിട്ടാണ്ടൊക്കെ പറഞ്ഞേ ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. അവിടെ എന്നെ ഈ കോലത്തിലാക്കി റബ്ബ് ഇപ്പം ബാക്കിയുണ്ട്.
ആ റബ്ബിനെ പറ്റി ഒന്ന് പറഞ്ഞായിരുന്നു. ഇതിനുള്ള അവധി തങ്ങളെന്താക്കി വ്യാഖ്യാനിച്ച് കൊടുത്ത് നോക്കുമ്പോൾ കൈപിടി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് ചുരുക്കത്തിൽ ഇൽമും ഇല്ല ഫിക്റും ഇല്ലാത്തതാണ് ഈ കുഴപ്പം വന്നിട്ട്. ഇത് ഇതിൻ്റെ വ്യാഖ്യാനം നോക്കിയാൽ കാണാം. തഫ്സീലുകൾ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഉൾക്കൊണ്ടോന്ന് അറിയില്ല. ഉണ്ട്. എന്നിട്ടോ അപ്പൊ ഇയാളിപ്പം മുൽത്തറിന്റെ ഹാലിലേക്ക് ഉള്ളത് ഇൽത്തിദാർ നേരത്തെ ഫീ നഫ്സിൽ മറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് എന്താക്കി ബിൽഫീലായി പുറത്തു വന്നു. അതെ, ഉള്ളിലേറ്റും പോയി. അപ്പൊ വീടിന്റെ ഉള്ളടക്കം അന്തരീക്ഷം കംപ്ലീറ്റ് ഇരുട്ടായി. അപ്പൊ നേരത്തെ ഇരട്ടത്തായിരുന്നു എൻ്റെ ഞാനും എൻ്റെ വീടും കഴിഞ്ഞുകൂടിയിരുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ടാ നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ എന്തായി കുറഞ്ഞുപോയി. അപ്പം എന്തല്ല, ആകത്തിൽ ഇൽമില്ല, മറ്റോരോ ഹക്കായ പാതയും തെറ്റിന്ന് വന്നു പറഞ്ഞു. അത് വിവരമില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് വിവരമുണ്ടെങ്കിലും ഈ പോയിന്റിലേക്ക് എത്താത്തതുകൊണ്ട് തവക്കുറും തഫക്കുറും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ആദ്യം ശരിയായ വെടിയിലായിരിക്കണം, വെടി മാറാൻ പാടില്ല. കോഴിക്കോട്ട് പണ്ടാൾ കാസർഗോട്ടേക്ക് പോയാൽ കോഴിക്കോട്ടെത്തില്ലല്ലോ, വെടി മാറിപ്പോയി. ബാക്കും കോമൻ ഏതിൽ തീവണ്ടി നിർത്തിയിട്ടുണ്ട്. എനിക്കവിടെ കൊണ്ട് എനിക്ക് കോഴിക്കോട്ടേക്ക് ഏത് വണ്ടിയിലുണ്ട്, മംഗലാപുരം വണ്ടി കയറി കോഴിക്കോട്ടെത്തുക. വണ്ടി മാറിപ്പോയാൽ നമ്മൾ ലക്ഷ്യത്തിലെത്തൂല. അതാണ് ബാക്കും കോമൻ ഏതിലും. രണ്ടാമത്തത് നിങ്ങൾക്ക് അറിയണമെന്നാണ്. അറിവുണ്ടായാൽ അറിവ് രംഗത്ത് വന്ന് പ്രവർത്തിക്കണം. അതാണ് തദക്കുർ. അമ്മൻ യഹ്ദീകും ഫീ ളുലുമാതിൽ ബർരി വൽ ബഹർ വമൻ യുർസിലു الرياح ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി അഇലാഹും മഅല്ലാഹ്. അതാ ഇരട്ടത്ത്, കടലിലാവട്ടെ കരയിലാവട്ടെ ഇരട്ടത്ത് പെട്ടാലേ യഥാർത്ഥ നിങ്ങൾ ലക്ഷ്യം ആരാ മനസ്സിലാക്കി തരുന്നു. എന്നിട്ട് പറയുന്നു മറ്റൊന്ന് കാറ്റടിക്കുന്നു. അത് നിങ്ങൾക്ക് സന്തോഷകരമായ റഹ്മത്തിൻ്റെ കേന്ദ്രത്തിൽ ഇതാ വരുന്നു, സന്തോഷകരമായ കാറ്റടിക്കുന്നു. കാറ്റിനെ കുറച്ച് ശക്തി കൂടിയാൽ എന്താക്കും? കൊടുങ്കാറ്റാകും. കൊടുങ്കാറ്റാകുമ്പോൾ ആദിനെ നശിപ്പിച്ച് എങ്ങനെയാന്ന്? കൊടുങ്കാറ്റുകൊണ്ട്. എന്നിട്ട് കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല മാളങ്ങളും ഗുഹകളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ കഴിഞ്ഞുകൂടിയെന്ന് പറയും. അപ്പം എന്താവും? അതിനുകൾ തകർത്തിട്ട് കാറ്റടുത്തേക്ക് കയറി. ആ കാറ്റ് എങ്ങനെ ആക്കിയെന്ന് പറഞ്ഞു. ഞാൻ തഫ്സീൽ ഭാഗമില്ല, അതൊന്നും നോക്കിയപ്പോൾ കണ്ടത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാറ്റെന്താക്കും? ഇതിങ്ങനെ ഇവിടെ പൊക്കും. പൊക്കിയിട്ട് കാറ്റെന്താക്കാൻ പൊടി വിടുമ്പോൾ കാലേക്ക് ഇട്ടുന്നിട്ട് ഇങ്ങോട്ട് പോകും. അപ്പോൾ കൈകാലങ്ങളൊക്കെ ഒടിഞ്ഞു. ഇനി അവിടെ കുരിക്കന്മാരോ കളഞ്ഞിത്തേയിലോ മറ്റേ തേയിലോ വെച്ചുകെട്ടലോ ഒന്നും അവിടെ ആളില്ല. ഈ ചത്ത് കിടക്കുന്ന ആളെന്താക്കുന്നറിയോ? ഒരു ഭാഗത്ത് മണ്ണിട്ട് മൂടി, കാറ്റടിച്ചു മണ്ണിട്ട് മൂടി നോക്കുമ്പോൾ അതിന് നല്ലോണം ബന്ധ് കുഴിമന്തിയാക്കലില്ലെന്ന്. കുഴിന്നല്ലേ ബന്ധുന്നത്, അവിടെയല്ലേ കുഴിമന്തി. അൽസവക്കൽ എങ്ങനെയാണ്? കുയ്യൽസ. വിദേശത്ത് അൽസുണ്ടാക്കൽ എങ്ങനെയാണ് പറഞ്ഞാൽ ഇവിടെ തന്നെ പറ കൊയ്ക്കത്ത് വെക്കലാണ്. അപ്പം അതിനോട് എന്താക്കി ഈ ശരീരം ബന്ധിട്ട് അടുത്ത കാറ്റാവുന്ന അപ്പോൾ ഇവരെ പോക്കിയൊക്കെ ഒരൊറ്റ അടിയാണ് ചെന്നിച്ചെതറിയിട്ട് പപ്പടം പൊട്ടിയാവാതെ എന്താക്കും? ഒരു പാടത്ത് അവിടെ ഉണ്ടാവും, മറ്റേ പാടത്ത് ഇപ്പറുണ്ടാവും. ആർക്കും ജോയിൻ്റ് ആക്കാൻ കഴിയാത്ത രീതിയിൽ തഫ്സീർ വ്യാഖ്യാനിച്ചിട്ടില്ല. അതെന്താ നമുക്ക്? അതുകൊണ്ടാണ് ബുശ്റൻ ബൈന യദൈ റഹ്മത്തി. കാറ്റിൻ്റെ ഉള്ളിൽ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. പറ്റ കുറഞ്ഞാൽ ചൂടുണ്ടാവില്ല. അപ്പം ഒന്ന് ഫൈനോട്ട് തന്നു. അപ്പോൾ ഒരു മധ്യ നിലക്ക് എന്തോണം കാറ്റിനെ അയച്ചായിരുന്നു. അല്ലെങ്കിൽ ഫാനോട് ചുട്ടിട്ട് വരാം. ഭയങ്കര പ്രയാസം. കുറച്ച് കൂടിയാലോ അത് നിൽക്കാൻ കഴിയില്ല. എന്നിട്ട് അല്ലാഹ്, ഈ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ആരാധനയുണ്ടെന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? എന്നിട്ട് അല്ലാഹു തആല ഉന്നതനാണ്. ഇനി അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു
ومن يرزقكم من السماء والأرض. സൃഷ്ടിപ്പിനെ ആദ്യമായി തുടങ്ങി, ഇല്ലായ്മയിൽ നിന്നാ തുടങ്ങുന്നു. സൃഷ്ടിക്കപ്പെട്ട മഖ്ലൂഖാത്തിന്റെ അസലെന്താണ്? വുജൂദ് അതുമ. ഇൽമും ജഹൽ നോക്കിയാൽ ഏതാ അസല്? ജഹലി. ഇരുട്ടും വെളിച്ചവും നോക്കിയാൽ ഏതാ അസല്? ഇരുട്ട്. അതിനെ പോക്കുന്ന ഉപാധിയും മറ്റും പടച്ചു വെച്ചത് കൊണ്ടാണ് അത് പോകുന്നത്. അപ്പോൾ ലാഹ അസ്ലുൽ അവാലിമി ബിൻ ഇദാമി മിൻ സുബൂത്തിൽ വുജൂദി ലില്ലാഹി ലില്ലാഹ് നമ്മ ജലാലിൽ പോകുന്നില്ല അങ്ങനെ. ലാഹ അസ്ലുൽ അവാലിമി ബിൻ ഇദാമി മിൻ സുബൂത്തിൽ വുജൂദി ലില്ലാഹി ലില്ലാഹ്. അൽ വുജൂദിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി മാത്രം നിക്ഷിപ്തമാക്കുമ്പോൾ ഈ അവാലിമിൽ കാണുന്ന സാധനം താൽക്കാലികമായ വുജൂദുണ്ട്. ആ വുജൂദിനെല്ലാം അസലെന്താ ഉള്ളത്? അതുമാണ് എനിക്ക് ബോധ്യപ്പെടുന്നു. ഇൻഹിദാമാണ്. അവിടെ ഓപ്പണാക്കിയാൽ അവിടെ ഇല്ലാണ്ട് ആകെ സിദ്ധിക്കലാണ്. അത് മാക്കണ്ടയില്ല, അപ്പുറം സുബൂത്ത് കൊടുത്താൽ മതി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒട്ടാകെ കൂരാകൂരി ഇരുണ്ടെന്ന് നോക്ക് രാത്രി. ഇരുട്ടിനെ പോക്കാൻ എന്താ പണി? ഇരട്ടിയെ പോന്നിട്ട് ഇങ്ങനെ ഒരു ചൂലെടുത്ത് ചത്ത ഇട്ട് പോകുമോ? ഒറ്റാകെ പണിയുണ്ട്. ഒരു തീപ്പെട്ടി വെച്ചിരിക്കുന്നത് കാണിച്ചു കൊടുത്താൽ എന്തായി? അതോടുകൂടി ആ ഇരുട്ടിന് ഇതാമ് വന്നു. ഇനി ഒരു പണി കൊടുക്കാണ്ട് ഇരുട്ട് പോകലായി. അപ്പൊ അപ്പുറത്തുനിന്ന് ലില്ലാഹി ലില്ലാക്ക് എന്താക്കണം? അൽ വുജൂദിനെ സുബത്താക്കുന്ന അവസരത്തിൽ കായനാത്തിന്റെ അതുമെന്താവും? നിങ്ങൾക്ക് തെളിഞ്ഞു വരും. ലാഹ അസ്ലുൽ അവാലി ബിൻ ഇദാമി. ഇതാവുന്ന ഇല്ലായ്മ ബെസ്റ്റ്. അതാണ് ഖൽക്കിനെ തുടങ്ങലാന്ന് ആദ്യം. ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങും. എന്നിട്ടോ അങ്ങനെ അവനെല്ലാം കൊടുത്ത് വലിയ ആളാക്കിയിട്ട് അവസാനം എന്താക്കും? ചോർന്നിട്ട് താലയൊക്കെ തിരി മണ്ണിലേക്ക് കൊണ്ടുപോയി. എന്നെ എന്താക്കും? അതിൽ നിന്ന് പൂർവ സ്ഥാനത്തേക്ക് തന്നെ മടക്കാനും കഴിയും. മുഈദ് എന്നല്ല അള്ളാഹുവിന്റെ പേര് പറഞ്ഞു. മുബദി ഇപ്പുറം പറഞ്ഞാൽ മുഈദ് അപ്പുറം പറയും. നാറിനപ്പുറം പറഞ്ഞാൽ നാഫിയ തൊട്ടടുത്ത് പറയും. അല്ലേ? അപ്പലും ഇതുള്ളൂ. ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നു. ആകാശത്ത് എന്താ റിസ്ക്? ഭൂമിയിൽ ഉൽപ്പന്നമാണ്. ആകാശത്ത് റിസ്ക് വരണം. ഏറ്റവും ചുരുങ്ങിയ മഴ. അല്ലെങ്കിൽ ഭൂമി ഉണ്ടായിട്ട് എന്താ കാര്യം? ഭൂമിയിൽ വിത്ത് വാരിയിട്ട് മഴയില്ലെങ്കിൽ വിത്ത് അവിടെ കിടക്കും, റിസ്ക് ഉണ്ടാവില്ല. ആ റിസ്ക് കൊയ്തെടുത്തിട്ട് വേണം പത്തലാക്കാൻ, പൊടിയാക്കാൻ, അരിയാക്കാൻ, കഞ്ഞിയാക്കാൻ. ഇതെല്ലാം ആക്കണമെങ്കിൽ ആകാശത്തിന് വരണ്ടാവില്ല. ഇതെല്ലാം തന്നിട്ട് ചോദിക്കുന്നത് അഇലാഹും മഅല്ലാഹ്, അഇലാഹും മഅല്ലാഹ്. ഇത്ര ഹൈറായ, ഇത്ര ഉന്നതനായ അള്ളാഹുവിലൂടെ മറ്റൊരു ഇലാഹുണ്ടെന്നോ? ഇനി എന്താ ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്? എന്നിട്ട് പറഞ്ഞിടത്തോളം പറഞ്ഞ് ഇനി അള്ളാഹിനെ ഉപേക്ഷിച്ചിട്ട് ഹൈറോൻ ആദ്യം ചോദ്യമാണ്. അള്ളാഹു ഹൈറോൻ അമ്മായി ശരിക്കുവൻ. അപ്പോൾ ഒരു വിഭാഗം പറയും അള്ളാഹ് മോശം, മറ്റേത് ഹൈറാൻ. എന്നാൽ പിന്നെ തെളിവ് വേണ്ട. അള്ളാഹ് ഹൈറാന്നല്ല തെളിവിടെ ഉദ്ധരിച്ചു. അതിൻ്റെ കുല്ലിയാത്തെല്ലാം പറഞ്ഞു. ഹാത്തൂ ബുർഹാനക്കും, നിങ്ങൾക്ക് പറയാനുള്ള തെളിവൊന്ന് കൊണ്ടുപോവാന്നാ പറയുന്നത്. അള്ളാഹിനെക്കാണ് ഹൈറ് ഈ പാമ്പും തോളും പാമ്പിൻ്റെ പത്തിയോ മറ്റേ കല്ലും വരും ഇതാണെന്ന് പറയണ്ടേ? അതെ. ഇൻകുന്തും സാധിക്കും, നിങ്ങളെ വാദം അല്ലെങ്കിൽ നിങ്ങളെ വാക്ക് ശരിയാണെങ്കിൽ നിങ്ങൾ തെളിവാണ് കൊണ്ടുവരേണ്ടത്. قُلْ لَا يَعْلَمُ مَنْ فِي السَّمَاوَاتِ وَالْأَرْضِ الْغَيْبَ إِلَّا اللَّهُ وَمَا يَشْعُرُونَ أَيَّانَ يُبْعَثُونَ. മുതക്കബ്ബിറും ജബ്ബാരികളായ ആളുകൾ നമുക്കെതിരെ ഓങ്ങുന്ന വാളാന്നില്ലല്ലോ. കുറവുന്നുണ്ടാണ്. ഇങ്ങനെ സംഘിച്ചിരിക്കുന്ന കർഷകരുണ്ട്, സ്റ്റോക്കുണ്ട്, ഇനിയും കൊണ്ടുവരാം. ആകാശത്തിലും ഭൂമിയിലുള്ള ഗൈബ് അള്ളേ അറിയുള്ളൂ എന്നാ പറയുന്നു. അതിങ്ങല്ലേ പറയുന്നത് അമ്പിയാക്കൾ അറിയോ, ഔലിയാക്കന്മാർ അറിയോ എന്നൊക്കെ പറയുന്നു. അപ്പം ആ ബാധ ഈ ആയത്തിനെതിരല്ലേ? എന്നാ നമ്മളെ തോണ്ടല്. കാരണം നമ്മൾ മറുപടി പഠിച്ചിട്ടില്ല. മറുപടി പഠിക്കാത്ത ആഴത്തെ പോയിട്ട് എനിക്ക് കുളത്തില്.
അതന്നെ ഒരു ആകാശത്തിൽ ഭൂമിയിലുള്ള ആരായാലും ഗൈബും അറിയില്ല, ഷഹാദത്തും അറിയില്ല. ഗൈബിൻ്റെ ഓപ്പോസിറ്റ് ഷഹാദത്തിലുണ്ടാണ്. ഷഹാദത്ത് അറിയോ? അതും അറിയില്ല. അപ്പോൾ ഷഹാദത്ത് അറിഞ്ഞെങ്ങനെയാണ്? നമ്മുടെ വാദത്തിൻ്റെ മുഖദ്ദിമാത്താണ് ചോദിക്കുന്നത്. അള്ളാഹു അല്ലാത്ത ആകാശഭൂമിയിലുള്ള സാധാരണ അറിവ് എന്നുള്ളതായിരിക്കും പറയല്. ഈ റൊക്കലായിനല്ലേ അറിവ് എന്നുള്ള ബന്ധം ഉണ്ടാവുള്ളൂ. ജമാഅത്തിന് ഇപ്പം തൽക്കാലം ഹിസാസാണ്, അത് അറിവ് ആളെ മാറ്റി നിർത്താം, അതെടുക്കട്ടെ. അതിന് എൽമെന്ന് പറയില്ല, ഹിസാസ്. ഒരു പൂച്ചക്ക് അടി കൊടുത്താൽ വേദന ഉണ്ടെന്നത് ഹിസാസ് എന്ന അറിവല്ല. അറിവ് അക്കലുമായിട്ടാണ് കൊളുത്തിയിരിക്കുന്നത്. ഇൽമ് ഹിസാസിന് സംവേദനം, സെൻസിറ്റിവിറ്റി അല്ലേ? പക്ഷേ നുള്ളറിയുക, കാതുകൊണ്ട് കേൾക്കുക, അതുപോലെ തന്നെ മൂക്കൊണ്ട് മണക്കുക. ചിലപ്പോൾ നമ്മളിനെ കണക്ക് അഭിനയിച്ചിട്ടുണ്ടാവും. ചില സാധനത്തിന് ഉറുമ്പ്, നമ്മളുടെ പഞ്ചസാര കട്ട വെച്ച് കഴിഞ്ഞാൽ 2000 കിലോമീറ്റർ അപ്പുറത്ത് ഉറുമ്പ് വരും. അണിയായിട്ട് ഒരു മിനിറ്റ് തെറ്റുമ്പോഴേക്കാണ് പരിസരവാസികളായ ഉറുമ്പുകൾ മുഴുവനും അവിടെ അണിനേരം നിൽക്കും. അപ്പോൾ നമ്മളിതിനാ കാണാം, ഈ ഹിസാസിൻ്റെ വിഷയത്തിൽ എന്തുണ്ട്, മനുഷ്യന് മറികടക്കും. പക്ഷേ ഒന്നില്ല, അക്കലില്ല. അക്കലില്ലാത്തത് കൊണ്ട് അതിന് അത് അറിവ് എന്ന് പേരുമില്ല. ഷുഊർ, അറിവിൻ്റെ താഴെയാണ് ഷുഊർ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഷുഊറിൻ്റെ വിഷയത്തിലാണ് നായ് മികച്ചത് മനുഷ്യനിൽ, അക്കലിൻ്റെ വിഷയത്തിൽ മികച്ചിട്ടില്ല. അപ്പോൾ അക്കൽ ചിലപ്പോൾ പരാജയപ്പെടുമ്പോൾ എന്താകും, ഷുഊർ രംഗത്ത് വരും. ഇപ്പം തന്നെ പക്ഷി പറഞ്ഞില്ലേ, അഹത്തു ബിമാ ലം തുഹിത് ബിഹി, നിങ്ങളുടെ ശ്രദ്ധ പതിഞ്ഞിട്ടില്ലാത്ത ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ബിൽക്ക് എവിടുന്നാണ് വരുന്നത്? സബക് യമനിന്നാണ് വരുന്നതാണ്. അതുകൊണ്ട് സുലൈമാൻ അലൈഹിസ്സലാമായ റസൂലായ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മറികടന്നു. ഹുദ്ഹുദ അറിവിൽ മികച്ചു എന്നല്ല, ഷുഊറില മികച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ ഷഹാദത്ത് അറിയുന്നുണ്ടെന്ന്. ഷഹാദത്ത് അറിയാനാണ് 5 മാർഗ്ഗം അല്ലാഹു തആല പറഞ്ഞത്. കണ്ണിൽ കൂടി, കാതിൽ കൂടി, മൂക്കിൽ കൂടി, പിന്നെ നാവിൽ കൂടി, തൊലിയിൽ കൂടി. അത് ചിലത് വിശാലമാക്കിയിട്ടുണ്ട്. തൊട്ടറിവ്, ഇഹ്സാസ്, ലംസ് എന്താണെന്ന് ശരീരത്തിൽ എല്ലാ ഭാഗത്തുണ്ട്. ചില ഭാഗത്ത് സ്പെഷ്യലുണ്ട്. ഇഹ്സാസ് ഇല്ലേ? ചില ശരീരത്തിൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഹിസാസ്. രോമത്തിൻ്റെ പൊതുവെ ഹിസാസ് ഇല്ല, പക്ഷെ കണ്ണിൻ്റെ ബക്കത്തുള്ള ഈ പോളൻ്റെ മുകളിലുള്ളതിന് ഹിസാസ് ഉണ്ട്. എന്തുകൊണ്ടാണ് നീച്ചയെ ഉറുമ്പാട്ട അതിൻ്റെ മുകളിൽ വന്നു നിന്ന് അന്നരി പറ്റി ഞാൻ ആട്ടം ചെയ്യണം? അദ്ദേഹം പക്ഷേ ഇതിന് ഹിസാസ് ഇല്ലെന്ന്. ആട് എന്തുകൊണ്ട് കണ്ണിന് വലിയ കോട്ടമൊന്നുമില്ല, കരക്കല്ലിരുന്നു. ഇവിടെയാണ് അള്ളാനെ ഓർമ്മിക്കുന്നത്. മുഖത്ത് ഒരു സ്ഥലത്തുള്ള ഈ രോമത്തിന് ഹിസാസ് ആണെങ്കിൽ ആരും ആഘോഷാപ്പിൽ പോകും. അപ്പോൾ അള്ളാനും വന്നാക്കൂല അവിടെ പോയിട്ട്. താടിക്കില്ല, മീശക്കില്ല, തലമുടിക്കില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു സ്ഥലത്തുണ്ട് ഇവിടെ കണ്ണിൻ്റെ ബക്കത്തുള്ളതാ. ഉദുബ് എന്ന് പറഞ്ഞ, ഒമാ എന്ന് പറഞ്ഞ, അതിന് ഹിസാസ് ഉണ്ട്. ഇതാ ഏതെങ്കിലും വീഴ്ച വന്നിട്ട് ബക്കത്തെത്തുമ്പോൾ തന്നെ ഇതൊക്കെ പ്രേരിപ്പിക്കണം. അല്ലെങ്കിൽ കണ്ണിൽ ഇരുന്ന ഗുൽമാലയില്ല. അത്തരം സുരക്ഷിതത്വം പോകണം നല്ല കണക്കാക്കി. കണ്ണെന്താക്കി കുറച്ച് കുഴിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒട്ടക്കണ്ണ് പോലെ ഇങ്ങനെ ആക്കിയില്ല. എന്താണ്, അവിടെ അടിയോ കൊത്ത കിട്ടിയാൽ അതിൻ്റെ പുറത്തേക്ക് കൂടി പോകണം. വണ്ടിക്കാണെന്നില്ല, ടയറെല്ലാം കുത്തുന്നതിന് വലിയ മുമ്പിൽ സാധനം വെക്കില്ല. ബോട്ട് കരക്കടിക്കുന്നതിന് ടയർ കെട്ടിച്ചു കൊടുക്കുന്നില്ല. ഇങ്ങനെ ഇതേമാതിരി കണ്ണ് കുറച്ച് കുഴിച്ചിട്ടാ വെച്ചത്. അത് സമമാവുകയോ അല്ലെ തുറത്തി നിൽക്കുകയോ ചെയ്താൽ ഉടനെ കണ്ണിനെ കിട്ടുക. ഇനി പൊടി കയറാന്നിരിക്കാൻ വേണ്ടി ഓമൻ്റെ ഫിറ്റിങ് അങ്ങനെ ടയലും മെറ്റലും ഒരേ ഇങ്ങനെ ലെവലല്ല, ഇങ്ങനെയാണ്. എന്നിട്ട് വേണം ഇതിൻ്റെ നേരെ ആൾട്ടർനേറ്റ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് ബാക്കിയല്ലേ, ഇങ്ങനെ ആക്കുക. എന്നാൽ ഒരൊറ്റ പൊടിയോറുള്ള വെള്ളവും തോന്നില്ല. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഫിറ്റിക്കുന്ന അല്ല കണക്കാക്കുന്നത്. കൺപോള അടിയിലതിങ്ങനെ എടുത്ത് നോക്കിയാൽ ആൾട്ടർനേറ്റ് എന്നാണ്. ഇത് നേരല്ല, എൻ്റെ ഒരു ഗ്യാപ്പ് ഇപ്പുറം വിട്ടിട്ട് എന്നാലേ അടച്ചാലെന്താവും ഇങ്ങനെ അടിയുള്ളൂ. അതുകൊണ്ട് കണ്ണ് നോക്കിയിട്ട് ഇങ്ങനെ പൂട്ടിയിട്ട് വെള്ളം കയറൂല. അപ്പം പൊടി അവല കൊണ്ടും കയറൂല.
അതിനെല്ലാം അപ്പുറം നാക്കല്. അപ്പോൾ ഷഹാദത്ത് അറിയുന്നത് അതിന് അസ്ലി ജഹിലാണെന്ന് പറഞ്ഞു. ഷഹാദത്ത് അറിയുന്നുണ്ടെന്ന് ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് ഒരു സാധനം ഇവിടെ വെച്ചെന്ന് 5 ഇതിൻ്റെ സിഹത്തും പോണം. കണ്ണ് വെച്ചാന്നിട്ട് കാഴ്ചയില്ലെങ്കിൽ നടക്കൂലല്ലോ. മൂക്ക് മണക്കുന്നില്ല, ഇതെല്ലാം കെട്ടിപ്പിടിച്ചിട്ട് ഗണാശപ്പെട്ട ഹിസാസ് കിട്ടൂലല്ലോ. തൊട്ടറിയുമ്പോൾ ചിലപ്പോൾ നുള്ളിയാലും ഇവിടെ അറിയാത്ത തെരിപ്പ് വന്നാലോ. അപ്പൊ അതിന്റെ സിഹത്ത് കൊടുത്ത് എന്നിട്ട് ആ ഇഹ്സാസ് ഇവനിലേക്ക് ഇതിൽ കൂടി കടന്നിട്ട് അക്കലിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിൻ്റെ ഉപാധി കൊടുത്തത് ഷഹാദത്ത് അറിയണമെങ്കിൽ ഇത്രയും ഉപാധിയുണ്ട് വേണ്ടേ? ജങ്ങനെ കിട്ടി. എന്നാൽ ഇതേ ഷഹാദത്ത് അറിയാൻ വേണ്ടി കടി കൊടുത്ത അള്ളാഹ്ക്ക് വേറൊരാൾക്ക് കൈ പറയിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും തോൽവിയുടെ ഉള്ളത് അല്ല. പിന്നെ പടച്ചോ തോറ്റു പോകുന്ന പടച്ചോന്ന് വരണ്ടില്ല. എന്നുകൊണ്ട് ഇവനിക്കൊന്ന് ഷഹാദത്ത് അറിയിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. എനിക്ക് തിരിഞ്ഞ് കുറച്ച് ഗൈബ് അറിയിക്കാൻ വേണ്ടി വിചാരിച്ച് നോക്കുമ്പോഴേക്ക് എനിക്കാവുന്നില്ല. ആര് പറയണം? പടച്ചോൻ പറയണം. അപ്പം അബദിൻ്റെ മേലെ ഇവനിക്കുള്ള തസറുഫാത്തിൽ പടച്ചോൻ തോറ്റിട്ട് പിൻവലിച്ചു എന്ന് വരേണ്ടി വരും. തിരിഞ്ഞുണ്ടോ? കുതിരത്ത് സ്റ്റോപ്പായി. എന്താ പഠിച്ചോൻ എനിക്ക് കുതിരത്ത് സ്റ്റോപ്പായി? ഒന്നാവുന്നില്ലപ്പ. അവർക്ക് ഗൈബ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് ഞാൻ തോറ്റിട്ടേക്കുന്നു. തോക്കുന്ന പഠിച്ചോ ഞാൻ മീലാഹാക്കിന്. അപ്പം അതിനെന്തോണം? അതിന് പെട്ടെന്ന് ഒരുക്കം ചെയ്ത് കൊടുക്കണം. അതിന് പെട്ടെന്ന് ഒരുക്കം ചെയ്ത് കൊടുക്കണം. എന്നാണ് ഒരാൾ ഇതേ പള്ളിക്ക് ബാധിച്ച് എന്താന്ന് അന്ന് അറിയിച്ചു കൊടുക്കാണ്ട് ആരും അറിയില്ല അല്ലേ? അതിന് അമ്പിയാക്കളുടെ നമ്മ സമയമല്ലേ? അമ്പിയാ മുർസലീങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നില്ല എന്ന് വെച്ച് സ്വയം അറിയുമോ? ഇല്ല. നമുക്കും അറിയിച്ചു തരില്ല എന്ന് വെച്ചാൽ കൊണ്ട് എന്തായി? അല്ലാഹ് ഉദ്ദേശിക്കാത്ത കാര്യം നടക്കൂല എന്നുള്ള വിഷയത്തിൽ അമ്പിയാക്കളും നമ്മളും സമമായി എന്ന് വന്ന് അല്ലേ? അല്ലാഹ് കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ പറയൂ, ഔലിയ പറയൂ, അവിടെയും സമ്മതി. പിന്നെയാണ് വ്യത്യാസം. എനിക്ക് നിഷ്കാല് പോയത് നമുക്ക് തർക്ക വിഷയം എവിടെയെന്ന് അല്ലാഹ് കൊടുത്താൽ ആകും എന്നുള്ളതിൽ തർക്കമില്ല, കൊടുക്കാൻ ആവൂല എന്നുള്ളതിലും തർക്കമില്ല. പിന്നീട് തർക്ക വിഷയം തീർന്നില്ലേ? തീർന്നിട്ടില്ല. അത് അറിയാനുള്ള ശക്തി അവർക്ക് കൊടുത്തിട്ടുണ്ടോ? നമുക്ക് തന്നിട്ടുണ്ടോ? നമുക്ക് തന്നിട്ടില്ല, അവർക്ക് ശക്തി കൊടുത്തിട്ടുണ്ടെന്നില്ല. നമ്മൾ തർക്ക വിഷയം. എന്റെ ക്രിട്ടിക്ക് തിരിയില്ല. ഇപ്പൊ ഒന്നും ഓടൂല. 2 ദിവസം ആലോചിക്കും. ഞാൻ ഇപ്പൊ ഇന്നലെ കൂടെ മനസ്സിലുണ്ടായി. ഉസ്താദിനെ വിളിച്ചെന്ന് ആര് പറഞ്ഞാലും അതൊന്നും ആർക്കൊന്നും തിരിയൂല. ഇന്നലെ ആൾ വന്നിട്ട് പറഞ്ഞ് അങ്ങനെയുള്ള കള്ളം പ്രചരണം ഇന്നലത്തെ ഭയത്തോടുകൂടി അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഷഹാദത്ത് അറിയാൻ എനിക്ക് കഴിവ് തന്നതുപോലെ എന്താക്കിയിട്ടുണ്ട്? ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും എന്താണ് ഷഹാദത്ത് അറിയാനുള്ള കഴിവ് ജനറൽ. അത് ഖാസിനുണ്ട്, ആമിനുണ്ട്. പുറമെ ഹവാസുൽ ഇബാദിന് ഗൈബ് അറിയാനുള്ള ചില ഉപാധി ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്നതാണ് നമ്മളെ തർക്കം. അതില്ല എന്നാണ് ഇത് കക്ഷിയുടെ വാദം. നിങ്ങൾക്കെന്താ തെളിവ്? ഗൈബാണെന്ന് സമ്മതിക്കപ്പെട്ട പല കാര്യങ്ങളും കാലേക്കൂട്ടി പറഞ്ഞ സംഭവങ്ങളുണ്ട്. ഗൈബിൽ പരമാവധി എന്താ പറയുക? മനസ്സിൽ വെച്ചതല്ലേ? അതിന് തെളിവ് കിട്ടൂല. ചിലത് മണത്തറിഞ്ഞിട്ടോ തൊഴിച്ചറിഞ്ഞിട്ടോ മറ്റൊക്കെ എന്താ ഇഹ്സാസിൽ കൂടി സൂചന കിട്ടിക്കഴിഞ്ഞാൽ പോകും. അത് ഒരു തരം ഗൈബാണ്. അതുകൊണ്ടാണ് പോലീസ് കള്ളനെ പിടിക്കുന്നത്, ഘാതകന്മാരെ പിടിക്കുന്നത്. ചില ശൈലികളുണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ ഒരിക്കൽ ഷാർജയിൽ പോയപ്പോൾ പ്ലെയിൻ നിറങ്ങലും മോചിതനാകലും അടക്കം തങ്ങിയ ടാക്സി പിടിക്കാനുള്ള തത്തരപ്പടം ബാഗ് കൊടുത്തിട്ടു. അപ്പോൾ ഇവിടെ ടേബിളിൽ ഇരിക്കുന്ന ആൾ ഇത് മനസ്സിലാക്കിയെന്ന്. എന്താ ഇവനിക്കെന്താ മജില്ലാക്കില്ലാത്തൊരു തിരക്കാണെന്ന് ആ പ്രാണി വിളിച്ചോട്ടേക്കുന്നു, വിളിച്ചിട്ട് കെട്ടയിക്കുന്നു. നോക്കുമ്പോൾ മമ്നുവായ സാധനം മുഴുവനുണ്ട്. ഇവൻ്റെ കണ്ണിൽ രക്ഷപ്പെടാനുള്ള ആ ബദ്ധപ്പാടിൽ ഇന്നാണ് പിടികൂടിയത്. ഇത് ഗൈബറിഞ്ഞു എന്നല്ല, ഗൈബും നല്ല സൂചന നൽകുന്ന ചില ഹിസാസ് ചലനങ്ങൾ, പ്രവർത്തനങ്ങൾ, ചില വാക്കുകൾ, ഇതെല്ലാം പിടിച്ചു. ഒരു പള്ളിയിൽ നിന്ന് പൈസ കളവുപോയി. കമ്മിറ്റി മെമ്പർമാരും പൈസക്കാരനും എല്ലാവരും കൂടെ കൂട്ടത്തോടെ സ്റ്റേഷനിലേക്ക് പോയി. കേസെല്ലാം ഫയൽ ചെയ്തിട്ട് വേറൊരാൾ ചെങ്ങനെ പറഞ്ഞ് 50 കൊടുത്തിട്ട് ഈ കേസ് വേഗം ഒരു ബൈ ഉണ്ടാക്കണേ, ഇപ്പം തന്നെ ആക്കിക്കളാൻ നീ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. കയറുമെന്ന് പറഞ്ഞിട്ട് 2 അടി കൊടുത്തപ്പോൾ പറഞ്ഞ് ഞാനാ കിട്ടും, എവിടെയുള്ള പൈസ എടുക്കും. എങ്ങനെ കിട്ടി?
ഗൈബ് അറിഞ്ഞതാ അല്ല. ഈ പൈസ കഷ്ടപ്പെട്ട വ്യക്തിക്കില്ലാത്ത, കമ്മിറ്റിക്കില്ലാത്ത, മറ്റാർക്കും ഇല്ലാത്ത ഒരു ഏകം കേസ് തീർക്കാനും അതിനൊരു കമ്മീഷൻ കൊടുക്കലും എന്തുകൊണ്ട് ഇവനിൽ ഉണ്ടായിന്നാ ചിന്തിക്കുന്നു. എന്തുകൊണ്ടുണ്ട്? ഉടനെ പരിഹാരം. ഇത് ഗൈബ് അറിഞ്ഞല്ല. ഗൈബ് 2 തരമുണ്ട്. ലക്ഷണങ്ങളിൽ കൂടിയ മറ്റേ കാര്യം അന്ന് ഇത് വെച്ചത് അലാമാത്ത് വെച്ചിട്ട് കുറച്ച് അധ്വാനിച്ചാൽ കണ്ടുപിടിക്കാൻ കഴിയും. കണ്ടാ ചില ഗൈബുണ്ടാകും, അതൊന്നുമില്ല, എന്നാൽ തിരിയില്ല. അതിനെന്താക്കുന്നില്ല, അൽ ഗൈബ് എന്നാണ് അല്ലാഹു ഖുർആനിൽ പ്രതികരിച്ചത്. അല്ലെങ്കിൽ ഇലാഫത്ത് ചെയ്യും, അല ഗൈബിഹി. ഒന്നുകിൽ അള്ളാഹിനെക്കുള്ള ഇലാഫത്ത് ചെയ്ത് പറഞ്ഞു, അല്ലെങ്കിലോ അൽ ഗൈബ് അലിഫ്ലാം കൊടുക്കും. പറഞ്ഞില്ല ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി. ഏതാ ഗൈബ്? അൽ ഗൈബ് തന്നെ. മുളാഫിലേക്ക് തൊട്ട് ബദലാണ് അൽ ഗൈബ്, അലിഫിലാം. ഫലാ യുദ്ഹിറു ആലിമുൽ ഗൈബി. അപ്പം മുത്തലഖായ ഗൈബ് അല്ലാഹു തആല അറിയും. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി. ഇലാഫത്ത് ചെയ്യപ്പെട്ട ആ ഗൈബുണ്ടല്ല, അൽ ഗൈബ്, അല്ലാഹുവിന്റെ മാത്രം മുഖ്തസ്സായത്. അതിലാരും എത്തിക്കൂല, ആർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല. അതിനപ്പുറം പറയുന്നത് ഇല്ലാ മനിർതളാ മിർ റസൂൽ. അല്ലാഹു തആലയുടെ പൊരുത്തം സമ്പാദിച്ച ചില റസൂലുമാരുണ്ട്, ഓർ ഒഴികെ. ആ ഒഴികെ എന്നുള്ളത് നഫിയിൽ നിസ്സൻ ചെയ്ത് ഇവിടെ എന്താ ഉണ്ടായാലും ഉണ്ടെന്ന ഇല്ലെന്നാ കിട്ടുക. ലായുദ്ഹിറൂലിന് ഇപ്പത്തേക്ക് കൊണ്ടാകാൻ നഫിയിൽ നിസ്ബത്തൊന്നില്ലേ. പക്ഷേ ഇത് ആരാണ് ഈ പോത്തുകൊണ്ട് സംസാരിച്ചിരുന്ന കാര്യം? എനിക്ക് അത് ചെയ്യേണ്ട ഈ ഷോറ് പോലും ഇല്ലല്ലോ. അലൽ ഗൈബി. അൽ ഗൈബിന്റെ മേലെ നിങ്ങൾ അല്ലാഹു തആല വെളിപ്പെടുത്തൂല. അതിനെ പറഞ്ഞാ പറയുന്നത് അല്ലാഹു തആല തെരഞ്ഞെടുക്കുന്ന, അർഹതപ്പെട്ട ആളെ തെരഞ്ഞെടുക്കുന്ന, ആ തെരഞ്ഞെടുക്കുന്ന ആൾക്ക് കിട്ടുന്ന കിട്ടൂല എന്നവരുണ്ട്. അപ്പൊ ഇത്രയും ഇത് കാര്യമുണ്ട്. മാത്രമല്ല അമ്പിയാക്കളെ, ഔലിയാക്കളെ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി ജീവിതത്തിൽ ആയിരക്കണക്കിന് ഗൈബ് സംസാരിച്ചതും അനുഭവിച്ച് കണ്ടതുമായ തെളിവുകൾ നമ്മളെ മുമ്പിൽ തിരഞ്ഞെടുക്കും. ഇതെല്ലാം തള്ളിയിട്ട് ഒറ്റ പിടിച്ച് നടക്കുക. ഏറെ ഗൈബെന്നാണ് മനസ്സിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചല്ലേ, അല്ലേ? മനസ്സിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ച കാലം ഇന്നും ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാർ വരെ പറഞ്ഞ സമയമില്ല. അപ്പൊ ഖുർആന്റെ ഒരു തടസ്സം മാത്രം പിടിച്ച് അതിനോട് പിടിച്ച് തോന്നിയിട്ട് ഒരു വാദം ഉണ്ടാക്കല്, മറ്റേ പിടിച്ച് വേറൊരു വാദം ഉണ്ടാക്കൽ, അങ്ങനെയെല്ലാം ഉണ്ട്. എല്ലാം ചേർക്കണം. അബ്ബുൽ ആഖിർ കൂട്ടിച്ചേർത്തിട്ട് വേണം യോജിപ്പിക്കാൻ. ഇങ്ങോട്ടെ പറഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് നീണ്ടുപോകും. قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون. സ്ഥലത്തെത്തിക്കേണ്ടത് ഒരാൾ തുടങ്ങും. ബലിദ്ദാറൊക്കെ ഞങ്ങൾക്ക് ചായ കൊടുക്കും. بل ادارك علمهم في الآخرة بل هم في شك منها بل هم منها عمون. وقال الذين كفروا أإذا كنا ترابا وآباؤنا أئنا لمخرجون. لقد وعدنا هذا نحن وآباؤنا من قبل إن هذا إلا أساطير الأولين. قل سيروا في الأرض فانظروا كيف كان عاقبة المجرمين. ولا تحزن عليهم ولا تكن في ضيق مما يمكرون. ويقولون متى هذا الوعد إن كنتم صادقين. قل عسى أن يكون ردف لكم بعض الذي تستعجلون.
وإن ربك لذو فضل على الناس ولكن أكثرهم لا يشكرون إن ربك ليعلم ما تخفون وما يعلنون وما من غائبة في السماء والأرض إلا في كتاب مبين إن هذا القرآن يقص على بني إسرائيل أكثر الذي هم فيه إن هذا القرآن يقص على بني إسرائيل أكثر الذي هم فيه يختلفون وإنه لهدى ورحمة للمؤمنين إن ربك يقضي بينهم بحكمه وهو العزيز العليم فتوكل على الله إنك على الحق المبين آمنت بالله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين.